യൂട്യൂബിലൂടെ ഈ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട്. എപ്പോഴാണ് ലൈവ് എന്നവർ ചോദിക്കുന്നുണ്ട്. ഈ ലൈവ് ഒറിജിനലി നടക്കുന്നത് ഫേസ്ബുക്കിലാണ്. യൂട്യൂബിലും ലൈവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കൽ ഞാൻ ചെയ്തിരുന്നു. യൂട്യൂബിലും കൂടുതലായി ലൈവുകൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഈ ലൈവുകൾ ഫേസ്ബുക്കിലാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് വന്നെങ്കിൽ മാത്രമേ ലൈവായി ഇത് കാണാൻ സാധിക്കുള്ളൂ. ധാരാളം ആളുകൾ എപ്പോഴാണ് ലൈവ് എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ വലിയ റിസൾട്ടുകളാണ് നമ്മുടെ ഈ ലൈവ് പ്രഭാഷണങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലയാളി ക്രൈസ്തവ ലോകത്ത് ഈ ലൈവുകൾ വളരെയധികം തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. കാരണം ഇന്നലെ ഞായറാഴ്ച എനിക്ക് വ്യത്യസ്തമായ 4 പെന്റക്കോസ്റ്റൽ സഭകളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയത്. 4 സഭകളിൽ കർത്തൃമേശയ്ക്ക് അവരുടെ പാസ്റ്റർമാർ വ്യക്തമായി ഇന്നുവരെ അവർ കേൾക്കാത്ത രീതിയിൽ പറഞ്ഞു, ഇത് നമ്മുടെ കർത്താവിന്റെ ശരീരവും രക്തവുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അങ്ങനെ വേണം എടുക്കാൻ എന്ന് പറഞ്ഞു. കാരണം അവരുടെ തിയോളജിക്ക് നിലനിൽപ്പില്ല എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നാളിതുവരെ കഴിഞ്ഞ 100 വർഷമായി ഇത് വെറും ഓർമ്മയാണ്, ഇത് രക്തശരീരങ്ങളല്ല എന്ന് പറഞ്ഞ ആളുകൾ ഗോപ്യമായിട്ട് തന്ത്രപൂർവം രക്തശരീരങ്ങളാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ജനം ചിന്തിക്കാൻ തുടങ്ങി, കാലഘട്ടം മാറി. പഴയതുപോലെ ആളുകളെ വഞ്ചിക്കാൻ കഴിയില്ല. വിരൽ തുമ്പിൽ വിജ്ഞാനം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അധികം പേരെ ഇനി നിങ്ങൾക്ക് വഞ്ചിപ്പാൻ കഴിയുകയില്ല. ആളുകൾ സ്വന്തമായി തലച്ചോറുള്ളവർ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്വന്തമായി മൊബൈൽ ഫോൺ ഉള്ളവർ എന്നല്ല ഞാൻ പറഞ്ഞേ, സ്വന്തമായി തലച്ചോറുള്ളവർ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സോ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നവർ, കണ്ണു തെളിയുന്നവർ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിലേക്ക് പറക്കുന്ന ആത്മീക പതംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡിൽ നിന്നുള്ള 8 മാർട്ടിയേഴ്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റമെന്റ് ആൻഡ് ഓൾഡ് ടെസ്റ്റമെന്റ്, ഇൻ ബിറ്റ്വീൻ ന്യൂ ടെസ്റ്റമെന്റ് ആൻഡ് ഓൾഡ് ടെസ്റ്റമെന്റ് ഒരു 440 വർഷമുണ്ട്. അതായത് നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ മലാഖിയുടെ പുസ്തകം കഴിഞ്ഞ് മത്തായിയുടെ സുവിശേഷം കാണുന്നു. എന്നാൽ നമ്മുടെ ബൈബിളിൽ അത് അടുത്തടുത്താണെങ്കിലും ഈ മലാഖിയുടെ പുസ്തകത്തിനും മത്തായിയുടെ സുവിശേഷത്തിനും ഇടയിൽ ഒരു 440 വർഷമുണ്ട്. ആ 440 വർഷത്തെ വിളിക്കുന്ന പേര് ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡ് എന്നാണ്, അല്ലെ ട്രാൻസിഷൻ പീരീഡ് എന്ന് വേണമെങ്കിൽ ചില ആളുകൾ വിളിക്കാറുണ്ട്. അതായത് പഴയ നിയമ കാലഘട്ടത്തിനും പുതിയ നിയമ കാലഘട്ടത്തിനും ഇടയ്ക്ക്, അതായത് അവസാനത്തെ പ്രവാചകൻ വന്നിട്ട് 440 വർഷം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷമാണ് യോഹന്നാൻ സ്നാപകൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ 440 വർഷത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ട്രാൻസിഷൻ പീരീഡ്, അല്ലെങ്കിൽ നിശബ്ദ കാലഘട്ടം, സൈലൻസ് പീരീഡ്, അല്ലെങ്കിൽ ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡ്, അങ്ങനെയൊക്കെ വിളിക്കും. ഈ 440 വർഷത്തെ നിശബ്ദ കാലഘട്ടം എന്ന് വിളിക്കുന്നതിന്റെ കാരണം ആ 440 വർഷം പ്രവാചകന്മാരില്ലായിരുന്നു. ഇസ്രായേലിന് പ്രവചന ശബ്ദങ്ങൾ കേട്ടിരുന്നില്ല. അപ്പൊ ഒത്തിരി ആളുകളും ദൈവത്തെ മറന്നുപോയി, പലരും താൻ്റെ വഴിക്ക് തിരിഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ വാട്ട് ഹാപ്പൻ ഇൻ ദോസ് 440 years, ആ 440 വർഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ഈ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവുകയില്ല. കാരണം ഈ ബൈബിളിൽ നമ്മൾ മലാഖിയുടെ പുസ്തകം കഴിഞ്ഞാൽ പിന്നെ അന്നേരം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. 440 വർഷം ജമ്പ് ചെയ്യുകയാണ്. എന്നാൽ ആ 440 വർഷം എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ ഈ ബൈബിൾ വായിച്ചാൽ അതിനകത്ത് ആ 440 വർഷമുണ്ട്. ഇതാണ് ഈ ബൈബിൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ബൈബിളിൽ 66 പുസ്തകമാണുള്ളത്. അപ്പൊ ഇതിനകത്ത് 440 വർഷം, ഈ 440 വർഷത്തെ പുസ്തകങ്ങൾ ഈ ബൈബിളിലുണ്ട്. ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്. അത് ഈ ബൈബിളിലും ഉണ്ട്. ഇത് കാത്തലിക് ചർച്ചിന്റെ ബൈബിളാണ്. ഈ ബൈബിൾ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ മാർട്ടിൻ ലൂതർ വന്ന സമയത്താണ് പിന്നീട് ആ ബൈബിളിൽ നിന്ന് ആ പുസ്തകങ്ങൾ മാറി 66 പുസ്തകമായി ചുരുങ്ങി വന്നത്. അപ്പൊ ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡിലെ പുസ്തകങ്ങളിലെ ഒരു പുസ്തകമാണ് മക്കാബിയർ എന്ന പുസ്തകം. മക്കാബിയർ 2 ഉണ്ട്. 1 മക്കാബിയരും 2 മക്കാബിയരുമുണ്ട്. ഈ ബൈബിളുമായിട്ട് ഫെമിലിയർ അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പം മക്കാബിയറുടെ 2ാമത്തെ പുസ്തകം, 2 മക്കാബിയർ 7ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത്
8 രക്തസാക്ഷികളെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഞാൻ ആ ബൈബിൾ അതേപടി വായിക്കാം. ഐ എം റീഡിങ് ഫ്രം ബൈബിൾ. 7 സഹോദരന്മാർ അവരുടെ അമ്മയോടുകൂടെ പിടിക്കപ്പെട്ടു. നിഷിദ്ധമായ പന്നിയിറച്ചി തിന്നുവാൻ രാജാവ് അവരെ നിർബന്ധിച്ചു. ചമ്മട്ടികളും സർവ്വവിധ പീഡാസാമഗ്രികളും അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അവരിൽ മൂത്തവൻ രാജാവിനോട് പറഞ്ഞു, ഞങ്ങളിൽ നിന്നും എന്തു മനസ്സിലാക്കാനാണ് രാജാവ് ചോദ്യം ചെയ്യുന്നത്? ഞങ്ങൾ മരിപ്പാൻ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ന്യായപ്രമാണം ഒരു കാലത്ത് ഞങ്ങൾ ലംഘിക്കുകയില്ല തന്നെ. രാജാവ് അത്യധികം കോപിഷ്ഠനായി വറചട്ടികളും കുട്ടകങ്ങളും ചുട്ടുപഴിപ്പിക്കുവാൻ കൽപ്പനയായി. അവ ചുട്ടുപഴുത്തപ്പോൾ അവന്റെ നാക്ക് ഛേദിപ്പാനും എല്ലാ അവയവങ്ങളും വെട്ടിമാറ്റുവാനും രാജാവ് നിർദ്ദേശിച്ചു. അവന്റെ അമ്മയും സഹോദരന്മാരും അവനെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. അവന്റെ സർവ്വ അവയവങ്ങളും മുറിച്ച് ജീവനോടെ അവനെ വറച്ചട്ടിയിലിട്ടു. അവന്റെ ശരീരം വെന്ത ഗന്ധം ധാരാളമായി വന്നുകൊണ്ടിരുന്നപ്പോൾ അവന്റെ സഹോദരന്മാർ പരസ്പരവും അവരുടെ അമ്മയോടും പറഞ്ഞു, നമുക്കും ധീരതയോടെ മരിക്കാം. കണ്ടാലും ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം തന്റെ ദാസരിൽ പ്രസാദിക്കുന്നു എന്ന് മോശ പറഞ്ഞിട്ടുള്ളതുപോലെ സത്യമായി നമ്മളിലും പ്രസാദിക്കും. ഒന്നാമൻ ലോകം വിട്ടുപോയപ്പോൾ അവമാനത്തിനും ദണ്ഡനത്തിനുമായി രണ്ടാമത്തേവനെയും അവർ ആനയിച്ചു. അവനെ പിടിച്ച് തൊലിയോടുകൂടെ അവന്റെ തലമുടി പറിച്ചെടുത്തു. അവർ അവനോട്, നിന്റെ ശരീരം മുഴുവൻ വെന്തു നാറുന്നതിന് മുമ്പ് നീ തിന്നുമോ എന്ന് ചോദിച്ചു. ഞാൻ തിന്നുകയില്ല എന്നവന്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ പറഞ്ഞു. തന്മൂലം അവനെയും അവർ പീഡിപ്പിച്ചു കൊന്നു. മരണാസന്നനായ അവൻ പറഞ്ഞു, അല്ലയോ ദുഷ്ട, ഈ താൽക്കാലിക ആയുസ്സിൽ നിന്നും ലോകരാജാവായ നീ ഞങ്ങളെ തുടച്ചു കളയുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പ്രതി മരണം വരിക്കുന്നു. താൻ ഞങ്ങളെ നിത്യജീവനായി ഉയർപ്പിച്ചുകൊള്ളും. പിന്നീട് മൂന്നാമനെ കൊണ്ടുവന്നു. പരിഹാസവും പീഡനവും തുടങ്ങി. അവന്റെ നാവ് മുറിച്ചു കളയാൻ കൽപ്പനയായി. അക്ഷണം തന്നെ അവൻ തന്റെ നാവും സന്തോഷത്തോടെ കൈകളെ നീട്ടിക്കൊടുത്തു. അവൻ സുധീരം പറഞ്ഞത്, ഇവ എനിക്ക് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും കിട്ടിയവയാണ്. തന്റെ ന്യായപ്രമാണത്തിന് വേണ്ടി ഞാൻ അവ തിരിച്ചേൽപ്പിക്കുന്നു. വീണ്ടും തന്നിൽ നിന്നും ഇവയെല്ലാം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. അടികളെയും പീഡനങ്ങളെയും തരിമ്പും ഭയപ്പെടാതെയും ഗണ്യമാക്കാതെയുമുള്ള ആ യുവാവിന്റെ ധീരതയിൽ രാജാവും കൂട്ടരും വിസ്മയിച്ചു പോയി. അവന്റെ കാര്യം തീർന്ന ശേഷം അവർ നാലാമനെ കൊണ്ടുവന്നു. അവനെയും അവർ അത്യധികം പീഡിപ്പിച്ചു. അവനും മരിക്കാറായപ്പോൾ പറഞ്ഞത്, വരുവാനുള്ള ലോകത്തിലേക്ക് ദൈവം മൂലമുള്ള പുനരുത്ഥാന ജീവിതത്തിന്റെ പ്രത്യാശയെങ്കിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരുടെ കയ്യാലുള്ള പീഡനവും മരണവുമാണ് ഏറ്റവും നല്ലത്. നിനക്കാകട്ടെ ജീവന്റെ പുനരുത്ഥാനം ഉണ്ടാകുകയില്ല. ഇതും കഴിഞ്ഞ് അവർ അഞ്ചാമനെ ആനയിച്ചു. അവർ അവനെ ചമ്പട്ടിക്കടിച്ച് പീഡനമുറകൾ നടത്തി. അവർ രാജാവിനെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞത്, നിനക്ക് മനുഷ്യാധികാരമുണ്ട്, നീ ശക്തനാകിയാൽ നിന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുകയും ചെയ്യാം. എന്നാൽ ഞങ്ങളുടെ വംശം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നീ വിചാരിക്കേണ്ട. ഇക്കാലം കഴിഞ്ഞ് ദൈവം നിന്നെയും നിന്റെ സന്തതിയെയും എങ്ങനെ ദണ്ഡിപ്പിക്കുമെന്ന് കണ്ടുകൊള്ളുക. അവസാനം നീ ദൈവത്തിന്റെ മഹിമാധിപത്യത്തെ കാണും. പിന്നീട് അവർ ആറാമനെ കൊണ്ടുവന്ന് അവനും മരിക്കാറായപ്പോൾ, നീ വൃഥാ തെറ്റിപ്പോകരുത്. ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഇതെല്ലാം സഹിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പാപം ചെയ്തു പോയി. അതിനാൽ ഞങ്ങൾ മഹത്വത്തിന്റെ അത്ഭുതത്തിനായി തീർന്നു. നീ വിജയിക്കുകയാണെന്ന് നീ വിചാരിക്കേണ്ട. നീ ദൈവത്തിനെതിരായി നിൽക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. വാഴ്വിന്റെ ഓർമ്മയ്ക്കും നിത്യസ്മരണയ്ക്കും യോഗ്യതയുള്ളവളായ അവരുടെ സ്തുത്യർഹമായ അമ്മ ഒരൊറ്റ ദിവസം കൊണ്ട് അവരുടെ മക്കൾ 7 പേര് നഷ്ടപ്പെടുന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ടും ദൈവസന്നിധിയിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സന്തോഷപൂർവ്വം എല്ലാം സഹിച്ചുകൊണ്ട് നിന്നു. അവരുടെ പിതൃഭാഷയിൽ അവർ ഓരോരുവരോടും അവൾ കേണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്റെ മകനെ, എന്നോട് കരുണ തോന്നുക. അവൾ സുധീര മനസ്കയായി നിലകൊണ്ട് സ്ത്രീ സഹജമായ വ്യാകുലതയെ അവൾ പുരുഷതുല്യമായ ധീരതയോടും ക്രോധത്തോടും കൂടി ഉണർത്തി. അവൾ മക്കളോട് അപേക്ഷിച്ചു പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനല്ല നിങ്ങൾക്ക് ജീവനും ആത്മാവും തന്നത്. നിങ്ങൾ ഓരോരുവന്റെയും രൂപവും ഛായയും ഞാനല്ല തന്നത്. പ്രത്യുത ലോകത്തിന്റെ സൃഷ്ടാവ്, മനുഷ്യവംശത്തിന്റെ നിർമ്മാതാവ്, എല്ലാവരുടെയും ഹൃദയങ്ങൾ പരിശോധിക്കുവാൻ അദ്ദേഹമാണ് ഇതെല്ലാം തന്നത്. തന്റെ പരിശുദ്ധ പ്രമാണങ്ങളെ പ്രതി നിങ്ങളുടെ ശരീരങ്ങൾ മരണത്തിനായി നിങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ താൻ നിങ്ങൾക്ക് കരുണാപൂർവ്വം ജീവനും ആത്മാവും വീണ്ടും തന്നുകൊള്ളും. കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ സ്ത്രീയാൽ താൻ വെറും നിസ്സാരനാക്കപ്പെടുന്നു എന്ന് അന്തിയോക്കസ് എപ്പിഫാനസ് കണ്ടിട്ടും താൻ ഒന്നും കേൾക്കുന്നില്ല എന്ന ഭാവത്തിൽ അലസനായിരുന്നു. ആ യുവാവ് അവന്റെ മുമ്പാകെ നിൽക്കവേ അവനോട് വാക്കുകൊണ്ട് അപേക്ഷിക്കുക മാത്രമല്ല, അവനോട് ചില പ്രതിജ്ഞകൾ ചെയ്യുകയും ചെയ്തു. തന്നെ അവൻ അനുസരിക്കുകയും പിതാക്കന്മാരുടെ ചിന്താഗതിയിൽ നിന്നും അവൻ പിന്മാറുകയും ചെയ്താൽ അവനെ മഹാധനവാനും രാജമിത്രവുമാക്കിക്കൊള്ളാമെന്നും രാജ്യകാര്യങ്ങൾ അവനെ ഭരമേൽപ്പിക്കാമെന്നും വരെ അവൻ സത്യം ചെയ്തു. യുവാവാകട്ടെ അവന്റെ നേരെ നോക്കുകയോ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ രാജാവ് അവന്റെ അമ്മയെ വിളിച്ച് അവൻ മരിക്കാതെ കഴിയാൻ മകനെ ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചു. മറ്റു പലതും അവൻ അവളോട് പറഞ്ഞപ്പോൾ താൻ അവനോട് പറയാമെന്ന് അവൾ പറഞ്ഞു. അവൾ സ്വപുത്രന്റെ കാൽക്കൽ വീണിട്ടാണ് നീചനായ നിഷ്ഠൂരനെ നിന്ദിച്ചുകൊണ്ട് അവരുടെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവനോട് പറഞ്ഞത്, എന്റെ മകനെ, എന്നോട് കരുണ തോന്നണം. ഞാൻ നിന്നെ എന്റെ വയറ്റിൽ 9 മാസം വഹിച്ചു. 3 വർഷം ഞാൻ നിനക്ക് മുലപ്പാൽ തന്നു. ഈ നിലയിൽ നിന്നെ ഞാൻ ആക്കിയിരിക്കുന്നു. എന്റെ മകനെ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും നീ സൂക്ഷിക്കുക.
കണ്ട് മനസ്സിലാക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം നിർമ്മിച്ചു, മനുഷ്യവംശവും അങ്ങനെ തന്നെ ഉളവായി. ആകയാൽ നീ ഈ ദുഷ്ടനെ അല്പവും ഭയപ്പെടണ്ട. പിന്നെയോ നിന്റെ സഹോദരന്മാരെ പോലെ നീയും മരണം സ്വീകരിക്കുക. നിങ്ങളുടെ മേലുള്ള കരുണ നിമിത്തം നിന്റെ സഹോദരന്മാരൊരുമിച്ച് നിന്നെ ഞാൻ വീണ്ടും കണ്ടുകൊള്ളാം. അവൾ ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യുവാവ് പറഞ്ഞു, നിങ്ങൾ എന്തിനെന്നെ കാത്തിരിക്കുന്നു? രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല. ഞങ്ങൾ ഇവയെല്ലാം അനുഭവിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവ് അല്പകാലത്തേക്ക് ഞങ്ങളെ ശാസിപ്പാനും ശിക്ഷിപ്പാനുമായി കോപിച്ചിരിക്കുന്നു. വീണ്ടും തന്റെ ദാസന്മാരുടെ അവൻ പ്രീതനാവും. ദുഷ്ടനും വഷളനും സർവ്വ മനുഷ്യരെക്കാളും നീചനുമായ നീ ദൈവത്തിന്റെ ദാസർക്കെതിരായി ഉയരരുത്, അഹങ്കരിക്കരുത്. രാജാവ് ഇത്രയും കേട്ടതോടെ കോപിഷ്ഠനായി അവന്റെ സഹോദരന്മാരോട് ചെയ്ത പീഡനങ്ങളെക്കാൾ അധികമായി അവനോട് ചെയ്തു. അവനോ നിർമ്മലനായി ലോകം വിട്ടു. അവൻ പൂർണ്ണമായും ദൈവത്തിൽ പ്രത്യാശ വെച്ചു. അവരുടെ എല്ലാം അവസാനം അവരുടെ അമ്മയും നിര്യാതിയായി. വിസ്താരങ്ങൾ, പീഡനങ്ങൾ, ഭയങ്കരവും കഠിനവുമായ താടനങ്ങൾ എന്നിവയെക്കുറിച്ച് ഇത്രയും. ഇതൊരു മക്കാബിയൻ എന്ന് പറഞ്ഞ ബുക്ക്. നിങ്ങൾ ഈ ബൈബിള് വാങ്ങി വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡിൽ എന്ത് സംഭവിച്ചെന്നറിയാം. ഈ ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡിൽ ഈ 440 വർഷമാണ് യഹൂദന്മാരുടെ ഇടയിൽ പരീശന്മാർ രൂപപ്പെട്ടത്. കാരണം നിങ്ങൾക്ക് പഴയ നിയമത്തിൽ പരീശന്മാരെ കാണാൻ പറ്റത്തില്ല. പുതിയ നിയമം വരുമ്പോൾ പെട്ടെന്ന് പരീശന്മാർ പ്രത്യക്ഷപ്പെടുന്നു, എരിവുകാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ യഹൂദന്മാർ പല ഗ്രൂപ്പായി മാറുന്നത്. ഈ പരീശന്മാരും സദൂക്യരൊന്നും പഴയ നിയമത്തിൽ ഇല്ല. സദൂക്യരൊക്കെ രൂപപ്പെടുന്ന ഈ 440 വർഷമാണ്. പരീശന്മാർ, സദൂക്യന്മാർ, എരിവുകാർ, എസനീറുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായി. യഹൂദന്മാരുടെ ഇടയിൽ പൊളിറ്റിക്കലി ധാരാളം മാറ്റമുണ്ടായി, എക്കണോമിക്കലായിട്ട് ചേഞ്ചസ് ഉണ്ടായി, കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടായി, ലിംഗ്വിസ്റ്റിക്കൽ ചേഞ്ചസ് ഉണ്ടായി. കാരണം യഹൂദന്മാരിൽ ധാരാളം ആളുകൾ ഗ്രീക്ക് ഭാഷ, എബ്രായ ഭാഷ വിട്ട് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരായി. ഒത്തിരി മാറ്റങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ സംഭവിച്ചു. ആ ചേഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ കാലഘട്ടത്തെ പഠിക്കണം. അപ്പൊ അത് ആ കാലഘട്ടത്തിലുള്ള BC 166 ഇവര് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഈ മർത്തശ്മൂനി എന്നാണ് അറിയപ്പെടുന്നത്. മർത്തശ്മൂനിയുടെ അവരുടെ ഗുരുവായിരിക്കുന്ന ഏലിയാസറിനെയും കൊന്നു. അങ്ങനെ ആ ദിവസം 7 മക്കളും അമ്മയും അവരുടെ ഗുരുവും 9 പേർ. 7 മക്കളും അമ്മയും ആകുമ്പോൾ 8 പേര്, അവരുടെ ഗുരുവിനെ കൂടെ കൂട്ടി 9 പേര് ഒരു ദിവസം രക്തസാക്ഷികളായി. അപ്പൊ ഈ മർത്തശ്മുനിയും അമ്മയും അവരുടെ ഗുരുവും എന്നുള്ള ആ ഒരു ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ആണ്. സാക്ഷികളുടെ ഒരു മേഘമാണ്, സാക്ഷി മേഘമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഈ സാക്ഷികളാണ്. ഇപ്പൊ ക്ലൗഡ് ഓഫ് മാർട്ടിയേഴ്സ്, രക്തസാക്ഷികളുടെ ആ ഒരു ചെറുമേഘത്തെ പരിശുദ്ധ സഭ അംഗീകരിക്കുന്നുണ്ട്, അവരെ അനുസ്മരിക്കുന്നുണ്ട്. ഇവരുടെ ഓർമ്മ സഭാ കലണ്ടർ അനുസരിച്ച് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ഓർത്തഡോക്സ് സഭ അവരെ അനുസ്മരിക്കുന്നത്. കാത്തലിക് സഭയും ഇവരെ അനുസ്മരിക്കുന്നുണ്ട്. കാത്തലിക് സഭയിലും ഇവരുടെ ഫീസ്റ്റ് ഡേ ഓഗസ്റ്റ് 1 തന്നെയാണ്. ഓഗസ്റ്റ് 1 കത്തോലിക്ക സഭയും ഇവരെ അനുസ്മരിക്കുന്നത്. ഇവരുടെ പേരിലുള്ള ഒരു പള്ളി ഇറാഖിലുണ്ട്. അത് വളരെ പ്രസിദ്ധമാണ്. ഇന്ന് അവിടെയൊന്നും ക്രൈസ്തവരൊന്നും ഇല്ല. ക്രൈസ്തവരെല്ലാം നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ട് ഇറാഖിലെ സ്ഥിതി നമുക്കറിയാം. അവിടെ മിക്കവാറും ഇവരുടെ ഒരു അത്ഭുത പ്രത്യക്ഷത അനേകർ കണ്ടിട്ടുണ്ട്. ഇവർ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ കണ്ടിട്ടുണ്ട്. കെട്ടുകഥയല്ല, റെക്കോർഡഡ് ആയിട്ട് ആളുകൾ അവിടെ പോയി കണ്ടത് തെളിവുകളുണ്ട്. അനേക അത്ഭുതങ്ങൾ അവരുടെ മധ്യസ്ഥതയിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം, ഇവര് BC 166 എന്റെ ചിന്ത. BC 166 BC 2-ാം നൂറ്റാണ്ട് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന രാജാവിന്റെ നേതൃത്വത്തിലാണ് യെരുശലേം കീഴടക്കുകയും ആ സമയത്താണ് ഈ പീഡനമൊക്കെ സംഭവിക്കും. ഇവര് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്, സഭയിലെ അംഗങ്ങളല്ല. പുതിയ നിയമ സഭയിലെ അംഗങ്ങളല്ല, പഴയ നിയമത്തിലുള്ള ആളുകൾ. അപ്പൊ ഈ പഴയ നിയമത്തിലുള്ള ആളുകളെ എന്തിനാണ് ഈ പുതിയ നിയമസഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? പുതിയ നിയമസഭ എന്തിനാണ് അവരുടെ പെരുന്നാൾ ഘോഷിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഡിസ്പെൻസേഷണൽ തിയോളജി എന്ന ഒരു തരത്തിൽ, അതായത് യുഗപരമായി തിരിച്ചുള്ള ഒരു പഠനമുണ്ട്. അപ്പൊ അതാണ് യുഗം, സഭ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ പെന്തക്കോസ്ത് നാളിലാണ് സഭ തുടങ്ങിയത് എന്നുള്ള രീതിയിലുള്ള പഠനമുണ്ട്.
ആ രീതിയിൽ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ ബോഷ്കായിട്ട് തോന്നും. വളരെ ബോഷ്. കാരണം ഇത് ക്രിസ്ത്യൻ ചർച്ചിലെ അംഗങ്ങൾ പോലും അല്ല. കാരണം ഇപ്പം സെയിന്റ് മേരിയെ വിശുദ്ധയായിട്ട് പരിശുദ്ധ മറിയം എന്ന് പറയുന്നു, അല്ലെങ്കിൽ സെയിന്റ് പോൾ, സെയിന്റ് പീറ്റർ, സെയിന്റ് ആൻഡ്രൂസ്, അതൊക്കെ വേണമെങ്കിൽ അംഗീകരിക്കാൻ. കാരണം അവരൊക്കെ പുതിയ നിയമസഭയിലെ അംഗങ്ങളാണല്ലോ. പക്ഷെ ഈ പറഞ്ഞ ആളുകള് കർത്താവ് ഈശോ മിശിഹാ ജനിക്കുന്നതിന് മുമ്പ് കൊല്ലപ്പെട്ടവരാണ്. അപ്പൊ അവരെ എന്തിനാണ് വിശുദ്ധരായിട്ട് ബഹുമാനിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പൊ ആ ചോദ്യം നമ്മുടെ പഠന സമീപനത്തിന്റെ ഒരു പോരായ്മ കൊണ്ട് തോന്നുന്നതാണ്. കാരണം സഭ എന്ന് പറഞ്ഞ ഈ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ ഒന്നല്ല. പെന്തക്കോസ്ത് നാളിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ഉള്ള ഒന്നിനെയാണ്, അല്ലാതെ ഞാൻ പുതുതായിട്ടൊന്നും തുടങ്ങുമെന്നല്ല. സഭയെ, കർത്താവിന്റെ സഭ. ഇപ്പൊ പഴയ നിയമത്തിൽ സഭയുണ്ടോ? ഇപ്പൊ നിങ്ങൾ ചില ആളുകൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്കറിയാം. പഴയ നിയമത്തിൽ സഭയുണ്ടോ? പുതിയ നിയമത്തിൽ നമ്മൾ സഭ എന്ന് പറയുന്ന എക്ലീഷ്യ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. എക്ലീഷ്യ എന്ന ഗ്രീക്ക് പദം പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റ്വജിന്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സെപ്റ്റ്വജിന്റ് പരിഭാഷയിൽ എക്ലീഷ്യ എന്ന വാക്ക് ഉണ്ട്. കർത്താവ് ഈശോ മിശിഹാ ഉപയോഗിച്ച ബൈബിളാണ് സെപ്റ്റ്വജിന്റ്, ഗ്രീക്ക് തർജ്ജിമയാണ്. അപ്പൊ സെപ്റ്റ്വജിന്റിനകത്ത് എക്ലീഷ്യ ആണ്. എബ്രായ വാക്ക് കഹൽ എന്ന വാക്ക് ഗ്രീക്കിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നത് എക്ലീഷ്യ എന്നാണ്. പിന്നെ അതിനെ തർജ്ജിമ ചെയ്തിരിക്കുന്ന മറ്റൊരു ഗ്രീക്ക് വാക്കാണ് സുനഗോഗ്. അപ്പൊ എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാർവത്രിക സഭയ്ക്കും എക്ലീഷ്യ എന്ന് പറയാം, ഒരു പ്രാദേശിക സഭയ്ക്കും എക്ലീഷ്യ എന്ന് പറയാം. അപ്പൊ അതിനെ സുനഗോഗ് അല്ലെങ്കിൽ പള്ളി എന്ന് പറയും. നമ്മുടെ മലയാളത്തിൽ നമുക്ക് രണ്ട് വാക്കുണ്ട്, പള്ളിയും ഉണ്ട്, സഭയുമുണ്ട്. കുറെ കൂടെ നമുക്കത് ഡിസ്റ്റിങ്റ്റീവായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ നല്ലതാണ്. ഏഡാ എന്നൊരു വാക്കുണ്ട് എബ്രായ ഭാഷയിൽ. അതിനെയാണ് നമ്മൾ കോൺഗ്രിഗേഷൻ എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അസംബ്ലി, സഭ കൂടുമ്പോൾ, സഭ മുഴുവനും മുമ്പിൽ, സഭയുടെ മുമ്പാകെ കരഞ്ഞു. നമ്മുടെ ബൈബിളിൽ പലപ്പോഴും സഭയെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സഭ എന്ന വാക്കും നമുക്ക് പഴയ നിയമത്തിൽ കാണാം, ഈ സഭയെയും നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും. അപ്പോൾ സഭ പഴയ നിയമത്തിൽ ഉള്ളതാണ്. നമ്മൾ പുറകോട്ട് പോയാൽ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. കോൾ ഔട്ട്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് സഭ. അപ്പൊ ആദ്യമായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ആളെയാണ് നമ്മൾ കാണുന്നത്. അബ്രഹാമിനെ നോക്കുക, കോൾ ഔട്ടാണ്. അപ്പൊ അവിടെ സഭയുണ്ട്. നമ്മൾ ഇനി അവിടുന്ന് പുറകോട്ട് പോയാല്, അപ്പൊ അവിടെ കൊണ്ട് നിർത്തുകയല്ല. അവിടുന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു 4 അധ്യായത്തിലോട്ട് പോയാൽ, ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിലോട്ട് പോയാൽ അതിന്റെ 26 വാക്യം, ഉൽപ്പത്തി പുസ്തകം 4:26, ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവൻ ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഏത് കാലത്താണ്? ശേത്തിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ നമ്മൾക്ക് ഈ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ യഹോവ അല്ലെങ്കിൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന അതൊക്കെ പിന്നീട് വന്നതാണെന്നും ഒത്തിരി കഴിഞ്ഞാണ് ദൈവം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെയുള്ളൊരു പഠനമുണ്ട്. പക്ഷെ നമ്മളിവിടെ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൽ ശേത്തിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊരിക്കൽ ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞ ആ ലൈവിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൽ
ഇതുണ്ട്. ഇനി നമ്മൾ പുറകോട്ട് പോയി അവിടെ കൊണ്ട് നിർത്താതെ വീണ്ടും പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ പ്രോട്ടോ ഏവങ്കേലിയോൻ ആദ്യത്തെ സുവിശേഷ അനൗൺസ്മെന്റ് ഓഫ് ഗോസ്പലാണ്. ഏതാണ്? ഈ ശത്രുത്വത്തെ ആര് തകർക്കും? സ്ത്രീയുടെ സന്തതി തകർക്കും. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പൊ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഈ ബൈബിൾ പഠിക്കുമ്പം റിസ്റ്റോറേഷൻ ഓഫ് ബ്രോക്കൺ റിലേഷൻഷിപ്പ്, ഉടഞ്ഞുപോയ ഒരു ബന്ധത്തിന്റെ പുനഃസ്ഥാപനം, അതാണ് ബൈബിളിന്റെ മൊത്തം സ്റ്റോറി. നിങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ബൈബിൾ വായിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ബൈബിൾ വളരെ വ്യത്യസ്തമായും പുതുതായും വളരെയധികം ആശ്വാസം നൽകുന്നതായിട്ടും മനസ്സിലാകും. അപ്പൊ ഈ ഹോൾ സ്റ്റോറി മനസ്സിലാക്കാതെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഹോൾ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണം. സോ ബ്രോക്കൺ റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ ചെയ്യുക, കാണാതെ പോയതിനെ കണ്ടെടുക്കുക, കാണാതെ പോയതിനെ കണ്ടെടുക്കുക. ലോസ്റ്റ് എന്നാണ് പറയുന്നത്. കാണാതെ പോയിരിക്കുന്നത്, ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോസ്റ്റ്. അപ്പൊ കണ്ടെടുക്കുന്നതാണ്. അപ്പം ഡിസ്കവറിയാണ്, ഡിസ്കവറി ഓഫ് ലോസ്റ്റ് വൺ. അപ്പൊ കാണാതെ പോയതിനെ കണ്ടുപിടിക്കുക, ഫൗണ്ട് ചെയ്യുക, കണ്ടെത്തുകയാണ്. അപ്പൊ ഈ ലോസ്റ്റ് എന്ന് പറയുമ്പം ഇറ്റ് ബിലോങ്സ് ടു ദ ഒറിജിനൽ ഓണർ. ഇപ്പൊ വഴിയിലൊരു പേഴ്സ് കിടക്കുകയാണ്, ആ പേഴ്സ് വഴി കിടക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചിന്ത ഉണ്ടാകും, നമുക്ക് എടുക്കാം, അത് വഴി കിടക്കുന്നതാണ്. അപ്പൊ ചോദിച്ചാൽ ആരുടേതുമല്ല, എന്നാൽ അത് ശരിയാണോ? വഴിയിലൊരു പേഴ്സ് കിടക്കുന്നു. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്നാ? അത് ആരുടേതും അല്ലെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണോ, അത് ആരുടേതോ ആണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണോ? ടെക്നിക്കലി പറഞ്ഞാൽ അത് ആരുടേതും അല്ല, കാരണം അത് വഴി കിടക്കുകയാണ്. പക്ഷെ അത് വഴി കിടക്കുകയാണെങ്കിലും അത് ആ പേഴ്സിനകത്തൊരു ഫോട്ടോ ഉണ്ട്, ആ പേഴ്സിനകത്തൊരു അഡ്രസ് കാർഡ് ഉണ്ട്. ദാറ്റ് ബിലോങ്സ് ടു സമ്മൺ. ഇത് എവിടെ കിടന്നാലും ദാറ്റ് ബിലോങ്സ് ടു ദ ഒറിജിനൽ ഓണർ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ എവിടെ ആയിരുന്നാലും ഹി ബിലോങ്സ് ടു ട്രയൂൺ ഗോഡ്. ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, ക്രിസ്ത്യാനിയിൽ ഏതെങ്കിലും വിഭാഗമായിരിക്കാം, പാർസി മതക്കാരനായിരിക്കാം, സിഖ് മതക്കാരനായിരിക്കാം, ജൈന മതക്കാരനായിരിക്കാം, ഒരു മതവും ഇല്ലാത്തവനായിരിക്കാം, അനിമിസ്റ്റ് ആയിരിക്കാം, അഗ്നോസ്റ്റിക് ആയിരിക്കാം, എത്തീസ്റ്റ് ആയിരിക്കാം, ആരുമാകട്ടെ, ഒരാളുടെ ഐഡിയോളജി എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയിലുള്ള ദൈവത്തിന്റെ സ്വരൂപം മാറിപ്പോകുന്നില്ല. എന്നെ കുറച്ചു മുമ്പേ കേരളത്തിൽ നിന്ന് ഒരു പെന്തക്കോസ്ത് പത്രപ്രവർത്തകൻ വിളിച്ചു, ചോദിച്ചു ഇതെന്താണ്, എല്ലാവരും രക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാവരിലും ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഉത്തരം പറയാൻ അവരുടെ മതമനസ്സ് അവരെ അനുവദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു റിലീജിയസ് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രൂത്ത് ഉണ്ട്. ആ ട്രൂത്താണ് ഗ്ലോറിയസ് ട്രൂത്ത്. ആ ഗ്ലോറിയസ് ട്രൂത്ത് മഹത്വകരമായ സത്യം. ആ മഹത്വകരമായ സത്യമാണ് ആദാം ദൈവത്തിന്റെ മകനാണ്. അപ്പൊ ആദ്യത്തെ സുവിശേഷം ഏദൻ തോട്ടത്തിൽ ആദമും ഹൗവയും കേൾക്കുകയാണ്, അവര് മുതൽ സഭയാണ്. അപ്പം ആദാമിനെ മുതൽ സകല മനുഷ്യവർഗത്തെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ആരാധനയിൽ സമർപ്പിക്കുന്ന ആരാധനാ സമ്പ്രദായമാണ് സുറിയാനി സഭയുടെ ആരാധനാ രീതി. ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഓർത്തഡോക്സി അല്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ വൃഥാ പരിശ്രമം നടത്തുന്നുണ്ട്. പെന്തക്കോസ്തുകാരാണ്,
അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന വിഷയം, ഇവരൊക്കെ ഇത്രത്തോളം ഈ ഓർത്തഡോക്സ് സഭയെ സ്നേഹിക്കുന്നുണ്ടായെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി. ഈ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർക്ക് ഇപ്പം ഓർത്തഡോക്സിനെ പറ്റി അങ്ങ് ഉത്കണ്ഠയാണ്. ഈ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ ഇത് നിങ്ങൾ ഓർത്തഡോക്സുകാരെ നിങ്ങളാരും ഇത് വിശ്വസിക്കരുതേ, ഇത് ഭയങ്കര ഓർത്തഡോക്സ് സഭയെ പറ്റിയും ഓർത്തഡോക്സിലെ അംഗങ്ങളെ പറ്റിയും ഇത്രയും താല്പര്യവും ഉത്കണ്ഠയും സ്നേഹവും കരുതലും എല്ലാം ഇവർക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ട്രൂ ഗോസ്പലിന്റെ മുമ്പിൽ ഇവരുടെ ഫേക്ക് ഗോസ്പലിന് നിൽക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഫേക്ക് ഗോസ്പലാണ് യഥാർത്ഥ ഗോസ്പൽ എന്ന് വിശ്വസിക്കുന്ന സുറിയാനി സഭയിലെ അംഗങ്ങൾ യഥാർത്ഥ ഗ്ലോറിയസ് ഗോസ്പൽ മനസ്സിലാക്കി അവരുറച്ചു നിന്നാൽ ഇവരുടെ ഈ വ്യാജ സുവിശേഷത്തിന്റെ മാർക്കറ്റ് നഷ്ടപ്പെടും എന്ന് അറിഞ്ഞ ഈ പരിഭ്രാന്തിയിൽ ഇവർ പറയാണ് ഇത് ശരിയായ സഭയല്ല, ഇത് ശരിയായ ഉപദേശമല്ല, നമ്മുടേത് ഇങ്ങനെയല്ല, ഇത് നമ്മുടേതല്ല, ഇത് ഓർത്തഡോക്സ് സഭയുടെ ഇതല്ല, നമ്മുടെ ഓർത്തഡോക്സ് സഭ എന്നൊക്കെയാണ് ഇപ്പൊ പെന്തക്കോസ്തുകാർ എഴുതുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നും കുഴപ്പമില്ല, അവരുടെയും കൂടെയാണ്, ഞാൻ എതിർക്കുന്നില്ല. ഞാൻ പിന്നെയും ആവർത്തിച്ചു പറയുന്നു, ഞാൻ ഓർത്തഡോക്സ് സഭയുടെ യാക്കോബായ വിഭാഗമുണ്ട്, മറ്റേ ഓർത്തഡോക്സ് വിഭാഗമുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലെ അങ്ങനെയുള്ള ഒരു സഭയുടെയും ഒരൗദ്യോഗിക വക്താവ് എന്ന നിലയ്ക്ക് അല്ല ഞാൻ പറയുന്നത്. എനിക്കതിനകത്ത് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ അവർക്ക് സഭയിൽ ആളുകളുണ്ട് സംസാരിക്കാൻ. ഞാൻ വ്യക്തിപരമായി എനിക്ക് കിട്ടിയ കൺവിക്ഷൻ പറയുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന പല എക്സ്പ്ലനേഷൻസും അവരുടെ സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതും അവരുടെ പ്രാർത്ഥനകളിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളതുമാകുമ്പോ അതിനെ പരാമർശിക്കാതിരിക്കുന്നത് ഒരു നന്ദികേടാണ്. അതുപോലെ തന്നെ അതൊരു പക്ഷേ വേണമെങ്കിൽ ഒരു ആശയമോഷണം എന്ന് തന്നെ വരാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പരാമർശിക്കുന്നു, ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുന്നു. ആ സഭയുടെ വിശ്വാസമാണ്, ആ സഭയിലുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് വേണേൽ പറയാം അവരുടേതല്ലെന്ന്. ആദം മുതലുള്ള സകല ആളുകളെയും ഉൾപ്പെടുത്തിയുള്ള ഒരാരാധന അവർക്കുണ്ട്. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിന് 160 വർഷം മുമ്പ് രക്തസാക്ഷികളായ മർത്തശുമുനിയെയും 7 മക്കളെയും അവർ അനുസ്മരിക്കുന്നുണ്ട്. ഇവാഞ്ചലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ ഈ സഭയില്ല. പക്ഷേ ട്രൂ ചർച്ച് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. അപ്പൊ നാട്ടൊലിവ് അവിടെ ഉണ്ട്. ആ നാട്ടൊലിവിനോട് കൊണ്ട് എന്ത് ചെയ്യാണ്? ഒട്ടിച്ചു ചേർക്കാണ്. നാട്ടൊലിവ് എന്താണ്? നാട്ടൊലിവ് ഇസ്രായേലാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അപ്പം നാട്ടൊലിവിനോട് ഒട്ടിക്കപ്പെട്ടു. ഇപ്പൊ സഭ എന്താണുള്ളത്? ഇപ്പൊ പെന്തക്കോസ്ത് നാളിൽ ഒരു പുതിയ തയ്യെ നട്ടു എന്നല്ല. പെന്തക്കോസ്ത് നാളിൽ ഒരു പുതിയ പ്ലാന്റ് അവിടെ കൊണ്ട് വെക്കുകയല്ല, പുതിയൊരു തൈ അവിടെ കൊണ്ട് വെക്കുകയല്ല. മറിച്ച് കാട്ടൊലിവിന്റെ കൊമ്പുകളെ വെട്ടി നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരുകൾക്ക് പങ്കാളിത്തം കൊടുക്കാൻ ഈ കാട്ടൊലിവിനെ നാട്ടൊലിവിനോട് ഒട്ടിക്കുന്ന പ്രക്രിയയാണ് നടന്നത്. ചർച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം മുതലുള്ളതാണ്. നമ്മൾ ആദാമിന്റെ കാലത്ത് ചർച്ചുണ്ട്. അപ്പൊ ആദാമിന്റെ അവിടെയാണ് ചർച്ച തുടങ്ങിയത്. ആ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുകയാണ്. അവിടെ നിർത്തരുത്. നമ്മൾ പിന്നെ അവിടുന്ന് പുറകോട്ട് പോവാണ്. അവിടുന്ന് പിന്നെ പുറകോട്ട് പോവാണ്. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് അങ്ങോട്ടോ. നമ്മൾ പോയി മക്കാബിയൻ റിവോൾട്ട് എല്ലാം കഴിഞ്ഞ് ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡും കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് പോയി. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ചെന്ന് 12-ാം അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായം കഴിഞ്ഞ് ഇങ്ങനെ ഇനി പിന്നെ അങ്ങോട്ടാ പുറകോട്ട് പോകണം. ഇനി പുറകോട്ട് പോകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മഹാത്മാഗാന്ധി റോഡിൽ ചെന്ന് ചാടും. ണ്ടോ? ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ പിന്നെ മഹാത്മാഗാന്ധി റോഡ് അതല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയാൽ, ഞാൻ ഈ ബൈബിളിന്റെ കവറിലുള്ള അഡ്രസ് ആണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പുറകോട്ട് പോകണമെങ്കിൽ പിന്നെ പോകാനുള്ള റൂട്ട് എഫേസ് ലേഖനത്തിൽ അങ്ങോട്ട് എന്നാ മതി. അവിടെ പറയാണ് ഉലകസ്ഥാപനത്തിന് മുമ്പ്, അനാദി കാലത്തിനു മുമ്പ് ദൈവത്തിൽ മറഞ്ഞു കിടന്ന സഭ എന്ന വ്യവസ്ഥ, ദ മിസ്റ്ററി ഓഫ് ചർച്ച്, the mystical reality of church. It was hidden in God before the ages. യുഗങ്ങൾക്ക് മുമ്പ് ഈ സഭയുണ്ടായിരുന്നു.
ഇറ്റ് വാസ് എ മിസ്റ്ററി, ഒരു മർമ്മമായി മറഞ്ഞു കിടന്നു. ആ ചർച്ചിൽ ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ ഓരോരുത്തരെയും ബ്ലെയിംലെസ് ആയി, ഇന്നസെന്റ് ആയി കണ്ടിരുന്നു. ദാറ്റ്സ് ദ ചർച്ച്. റിസ്റ്റോറേഷൻ ഓഫ് ദാറ്റ് ചർച്ച്, ആ സഭയാണ് പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ഇൻ ക്രൈസ്റ്റ് ഗോഡ് ഫൗണ്ട് അവർ ഇന്നസെൻസ്. അപ്പൊ ആ ക്രിസ്തുവിലൂടെ തന്നെ ആ ഇന്നസെൻസിന് എന്ത് ചെയ്യാണ്? റിസ്റ്റോർ ചെയ്യുകയാണ്. റിസ്റ്റോറേഷൻ ഓഫ് അവർ ലോസ്റ്റ് ഇന്നസെൻസ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിഷ്കളങ്കതയുടെ പുനഃസ്ഥാപനം ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിന്റെ മർമ്മം. അതാണ് സുവിശേഷത്തിന്റെ രഹസ്യം. ഈ രഹസ്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾ ഒട്ടും മടിക്കുന്നില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞത്. ദാറ്റ് ഈസ് ഗോസ്പൽ, ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒത്തിരി ആളുകൾക്കും ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തെ സംബന്ധിച്ച് അവർക്ക് അറിവില്ല. ദൈവം ആരാണ് എന്നറിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ പരാതി ഇതാണ്: കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും തിരിച്ചറിയുന്നു, എന്റെ ജനം അറിയുന്നില്ല. അപ്പൊ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാത്തവർ കാളയെയും കഴുതയെയും കാൾ അധപ്പതിച്ചവരാണ്. ദൈവം സ്നേഹമാകുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് എഗ്രി ചെയ്യാൻ പറ്റും? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മതപരീശന്മാർ, ഞാൻ ഈ പറയുന്നത്, ഞാൻ പെന്തക്കോസ്റ്റൽ സഭയിലായിരുന്നു, പെന്തക്കോസ്റ്റൽ ചർച്ചിലായിരുന്നു, പെന്തക്കോസ്റ്റൽ വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇന്നും പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുന്ന തന്നെ ഒരു 10-40 പേരെ ഞാൻ കാണുന്നു. ഇപ്പം ഏകദേശം 200ഓളം ആളുകൾ ഈ ലൈവ് വീക്ഷിക്കുന്നതിൽ 10-40 പേര് പെന്തക്കോസ്റ്റ് വ്യക്തമായിട്ട് എനിക്ക് എല്ലാവരും തിരിച്ചറിയത്തില്ലെങ്കിലും കാണുന്നു. ഇത് കഴിഞ്ഞാലും ധാരാളം ആളുകൾ കാണും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. നമ്മൾ ആർക്കും തലച്ചോറ് പണയം വെക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അരഞ്ഞാണം വരെ കൊണ്ട് പണയം വെച്ചാലും നിങ്ങൾ എന്ത് ചെയ്യല്ലേ? തലച്ചോറ് പണയം വെക്കരുത്. അപ്പൊ തലച്ചോറ് പണയമായിട്ട് ആവശ്യപ്പെടുന്നു. ഈ പെന്തക്കോസ്റ്റൽ ചർച്ചസും ന്യൂ ജനറേഷൻ ചർച്ചസും നിങ്ങളുടെ തലച്ചോറാണ് ആദ്യം പണയമായി ആവശ്യപ്പെടുന്നത്. തലച്ചോറ് പണയം വെക്കുന്ന, ആത്മാഭിമാനം പണയം വെക്കുന്ന, വ്യക്തിത്വം പണയം വെക്കുന്ന, നട്ടല് പണയപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസികളുണ്ട്. കേരളത്തിലൊരു പ്രമുഖ ന്യൂ ജനറേഷൻ സഭ അതിലെ എല്ലാ വിശ്വാസികളുടെയും നട്ടല് പണയം മേടിച്ചിട്ടുണ്ട്. നട്ടല് പണയം വാങ്ങിച്ചിട്ട് ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വാഗ്ദാനങ്ങളും കൊണ്ട് ആ പാവങ്ങൾ ഈ വഴിയിൽ ഇടറുകയാണ്. ദൈവം ബ്ലസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദൈവം ബ്ലസ് ചെയ്യും. യാതൊരു ബ്ലസ്സിങ്ങും അവർക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ അമിതമായ എക്സ്പെക്ടേഷൻ കൊടുക്കുകയാണ്, അമിതമായ എക്സ്പെക്ടേഷൻസ്. ആ എക്സ്പെക്ടേഷൻ കിട്ടുമ്പം ഇവര് ഫ്യൂച്ചറിലെ ഇൻകം കൂടെ എടുത്ത് സ്പെൻഡ് ചെയ്യുകയാണ്. കടം വാങ്ങിയും ഈ പലയിടത്തും വലിയ ഉണർവ് പോലെയൊക്കെ വരുന്നത്. കാരണം അപ്പോഴൊക്കെ ആർക്കോ ഗ്രേറ്റ് ലോസ് നടന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയാം, നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ 10 വർഷമോ 15 വർഷം മുമ്പ് നിങ്ങൾക്കൊരു ഭയങ്കര, ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു അൺഫോർഗറ്റൻ ആയിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ പീരീഡ് നിങ്ങൾ ആ കൂട്ടായ്മയിൽ അനുഭവിച്ചില്ലേ? നിങ്ങൾ എന്നോട് പറ, അനുഭവിച്ചില്ലേ? ഭയങ്കര പരിശുദ്ധാത്മ സാന്നിധ്യം, ഭയങ്കര ഉണർവ്, നല്ല പാട്ട്, വണ്ടർഫുൾ ടെസ്റ്റിമണി, നല്ല മ്യൂസിക്. ഇന്നും നിങ്ങൾക്ക് മരിച്ചാലും നിങ്ങൾ മറക്കാത്ത കുറെ ആനന്ദകരമായ ദിവസങ്ങളോ മാസങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തെ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്താലോ? ഞാൻ പറഞ്ഞത് എക്സാക്ട്ലി എന്താ സംഭവിച്ചത്. ഓരോ സ്ഥലത്തും, അതിപ്പം കൊല്ലാട്ടായാലും മാങ്ങാനത്തായാലും ചങ്ങനാശ്ശേരിയിലായാലും കടുത്തുരുത്തിയിലായാലും കുറവലങ്ങാട്ടായാലും തൃശ്ശൂരായാലും ചെറുവള്ളിയിലായാലും മൂവാറ്റുപുഴയായാലും പത്തനംതിട്ടയായാലും റാന്നിയിലായാലും ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ ആ ഉണർവ് അനുഭവിച്ചില്ലേ? ആ ഉണർവ് നിങ്ങളിനി ഇന്ന് ആരും ഓർക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു കാര്യത്തിലേക്ക് അങ്ങ് നിങ്ങളുടെ ശ്രദ്ധ ചെയ്യുക. അവിടെയെല്ലാം കുറെ സ്ത്രീകളുടെ ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ വീട്ടുകാരുടെ ബാങ്ക് ഡിപ്പോസിറ്റുകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്, കുറെ ആളുകളുടെ വസ്തു വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ വാഷിങ്ങിന്റെ പവറിൽ കർത്താവ് ഉടൻ വലിയ അത്ഭുതം ചെയ്യുമെന്നും കർത്താവ് ഉടൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ആ വെപ്രാളത്തിൽ റബ്ബർ തോട്ടം വിറ്റ് ഉണർവയോഗം സംഘടിപ്പിച്ചവരെ എനിക്കറിയാം. ഇന്ന് അവർ വിലപിക്കുന്നുണ്ട്. ഇന്ന് അവർ ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്താണ്, നിഷ്കാസിതരാണ്, നിഷ്പ്രഭരാണ്, വിസ്മൃതിയുടെ കയങ്ങളിലാണ്, ആരും ഓർക്കുന്നില്ല. അന്ന് സന്തോഷിച്ചവരും മീറ്റിംഗ് കഴിഞ്ഞ് ബിരിയാണി തിന്നവരും ബിരിയാണി തിന്നിട്ട് പിരിഞ്ഞു. പക്ഷേ നിലയില്ലാ കയത്തിലേക്ക്, നീർക്കയങ്ങളിലേക്ക്, സാമ്പത്തിക ബാധ്യതകളുടെ വലിയ ആഴങ്ങളിലേക്ക് അവർ താഴ്ന്നുപോയി. അവരെ പിന്നെ ആരും അറിഞ്ഞില്ല. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യാണെന്ന് ചിന്തിച്ചത്. ഇത് പരിശുദ്ധാത്മാവ് ചെയ്തതല്ല. മനുഷ്യനെ വഞ്ചിച്ചതിന്റെ ഫലമായിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഉണർവായിരുന്നു. കണക്കുകൾ തരാനൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷെ എൻ്റെ കയ്യിലുണ്ട്. കാരണം ധാരാളം ആളുകൾ എന്നെ ഇപ്പൊ നേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോറീസ് 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 സ്റ്റോറീസ്. എൻ്റെ ജീവിതത്തിന്റെ, ഇപ്പൊ എൻ്റെ അനുദിന ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് ഇപ്പൊ എന്നെ ഈ ഇവിടെ വല്ല പാടോ വല്ല വെക്കണമെന്ന് വിചാരിച്ചിരിക്കും. പിന്നെ ഇപ്പൊ സ്പീക്കർ ഓൺ ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്നു, ഈ സൗണ്ട് സിസ്റ്റത്തായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുക. ഞാനിവിടെ കട്ടിലെ കിടന്നുകൊണ്ട് കേട്ടോണ്ടിരിക്കുക. കാരണം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അനുഭവങ്ങൾ പറയുന്നു ആളുകൾ. നിങ്ങളന്ന് ഉണർവുണ്ടാക്കിയത്, നിങ്ങൾ സ്റ്റേജ് ചവിട്ടി പൊട്ടിച്ചത്, നിങ്ങൾ ഓർഗം വെച്ചടിച്ചത്, ഇതെല്ലാം ചെയ്തിട്ട് പോയത് അനേക പാവപ്പെട്ടവർ വൻതോതിൽ കൊള്ളയടിക്കപ്പെട്ടു. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കരുതൽ ധനം വരെ അവരുടെ ബാങ്കുകളിൽ നിന്ന് കർത്താവിശ്വ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഉണർവിന്റെയും പേരിൽ അപഹരിക്കപ്പെട്ടു. കൊള്ളയടിക്കപ്പെട്ട ജനം, വഞ്ചിക്കപ്പെട്ട ജനം, കൈവിടപ്പെട്ട ജനം, ആത്മാഭിമാനം നഷ്ടപ്പെട്ട ജനം, വ്യക്തിത്വം പണയം വെക്കപ്പെടേണ്ടി വന്ന ജനം, നട്ടല് പണയം വെച്ച് ഫോൾസ് പ്രോമിസിനെ, വ്യാജ വാഗ്ദാനങ്ങളെ കൈകളിലെത്തി ജീവിതത്തിന്റെ വഴികളിൽ ഇന്ന് തളർന്നു നിൽക്കുന്ന അനേകരുണ്ട്. അവരെ വിസ്മരിച്ചിട്ട് ഇവർ വീണ്ടും മുൻപോട്ട് പോവുകയാണ്, ഈ കൊള്ളക്കാരുടെ സംഘം. ദിസ് ഈസ് നോട്ട് ട്രൂ ക്രിസ്ത്യാനിറ്റി. ദിസ് ഈസ് നോട്ട് ട്രൂ ക്രിസ്ത്യാനിറ്റി. നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കാം ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ സ്വയം പരിശോധിക്കാണോ അല്ലയോ? ആണെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്ക്. എവിടെയാണ് പരിശുദ്ധാത്മാവ് പണം കൊണ്ടുവന്നത്? ഓരോ പാവങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലായിരുന്നു? അനേകരുടെ വസ്തുക്കൾ തട്ടിയെടുത്തില്ലേ? അനേകരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തിയില്ലേ? അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി ആ പാവങ്ങൾ കരുതി വെച്ച ബാങ്ക് നിക്ഷേപം നിങ്ങൾ കൊള്ളയടിച്ചില്ലേ? എല്ലാം ഈ പേര് പറഞ്ഞല്ലേ? അപ്പൊ ദൈവത്തെ മനസ്സിലാക്കുന്നില്ല, ദൈവത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവർക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവത്തിന്റെ സ്നേഹം അറിയത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ദുരുപദേശമാണെന്ന് പറഞ്ഞാൽ എളുപ്പമായി. എന്നെ കേൾക്കരുത് എന്നാണ് ഫത്വ. തലച്ചോറ് പണയം വെക്കാത്തവർ എന്നെ കേൾക്കും, എന്നെ കേൾക്കുന്നവർ സ്വതന്ത്രരാകും. കാരണം ആളുകൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. അപ്പൊ ദൈവം സ്നേഹമാകുന്നു. അപ്പൊ എന്നെ വിളിച്ച് വേറൊരാളോട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം സ്നേഹമാകുന്നു. എത്തരത്തിലുള്ള സ്നേഹമാണ്? ഈ പെന്തക്കോസ്റ്റിനകത്ത് ഞാൻ 25 വർഷം, പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ കൈൻഡ്സ് ഓഫ് പെന്തക്കോസ്റ്റിനകത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കുടിക്കാത്ത ബ്രാൻഡികളില്ല എന്നൊക്കെ ഈ കള്ളുകുടിയന്മാര് കുടി നിർത്തിയിട്ട് പറയും എന്ന് പറഞ്ഞ പോലെ ഞാൻ പോകാത്ത സഭകളിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ഒരു പെന്തക്കോസ്ത് സഭയിലും എൻ്റെ ഈ 4 നൂറ്റാണ്ട് കാലത്തെ പെന്തക്കോസ്ത് പരീക്ഷണങ്ങൾക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാവരെയും സാക്ഷി നിർത്തി പറയാം. 246 പേര് ഇപ്പോൾ വാച്ച് ചെയ്തു. ഞാൻ നിങ്ങളെല്ലാം സാക്ഷി നിർത്തി പറയാം. എൻ്റെ ലൈഫിൽ പ്രിയമുള്ളവരെ 25 വർഷം ഞാൻ ഈ പെന്തക്കോസ്റ്റിനകത്ത് നിന്നിട്ട് ഈ 25 വർഷത്തിൽ ഒരിക്കൽ പോലും കണ്ടോ മണിയടിച്ചു സത്യം എന്റെ മണിക്ക് പോലും അങ്ങ് സന്തോഷമായിട്ട് ദിസ് ഈസ് ട്രൂത്ത്. ഇനിയിപ്പോ നാളെ തൊട്ട് ഞാൻ അന്ധവിശ്വാസം പറഞ്ഞെന്ന് പറയില്ലേ.
ഈ 25 വർഷം ഞാൻ ഈ പെന്തക്കോസ്തിലൂടെ കറങ്ങിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പെന്തക്കോസ്ത് പ്രഭാഷകൻ ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 25 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ വാഴ്ത്തി പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹം, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് മുന്നോട്ട് വരാം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ദൈവം കോപിഷ്ഠനാകുന്നു എന്നും ഈ ദൈവം ന്യായവിധി നടത്തുന്നു എന്നുമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ദൈവം കോപിഷ്ഠനാകുന്നു എന്നും ഈ ദൈവം ന്യായവിധി നടത്തുന്നവനാണ് എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഈ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ലവ്. അതാ ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹമാണെന്ന് പറയും, പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. അൺകണ്ടീഷണൽ ലവ് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഇവരോട് ചോദിക്കുക, നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് വിശ്വസിക്കുന്നുണ്ട്? ഏതൊരവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളുമില്ലാത്ത വ്യവസ്ഥാരഹിതമായ സ്നേഹം, ഉപാധിരഹിതമായ സ്നേഹം, നിബന്ധനാരഹിതമായ സ്നേഹം, അതാണ് ദൈവസ്നേഹം. ഒരു വ്യവസ്ഥയില്ല. ദിസ് ഈസ് അൺകണ്ടീഷണൽ ലവ്. ഈ അൺകണ്ടീഷണൽ ലവിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക. അവരെപ്പോഴും ലവ് ആണെന്ന് സമ്മതിച്ചാൽ തന്നെ പറയേണ്ടത് വളരെ അപൂർവമാണ്. പെന്തക്കോസ്റ്റൽ സോങ്സിൽ ട്രിനിറ്റേറിയൻ സോങ് ഇല്ലാത്ത പോലെ തന്നെ ദൈവസ്നേഹത്തിന്റെ പാട്ടുകളുമില്ല. ഈ അടുത്ത കാലത്തായിട്ട് ചില പുതിയ ആളുകൾ, ഞാൻ ആരോപണം പറഞ്ഞതിന് ശേഷം, ഞാനിപ്പോൾ 10-12 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചില പാട്ടുകൾ എഴുതുന്ന ദൈവസ്നേഹം എന്ന വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു പാട്ടും അവർക്കില്ല. അവർ സാധാരണ they don't prefer to sing such songs. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ, 1-2 ഉണ്ടെങ്കിൽ തന്നെ പാടത്തില്ല. അവരിപ്പോഴും ദൈവത്തിന്റെ പ്രതികാരത്തെക്കുറിച്ചും ഒക്കെയാണ് പ്രസംഗിക്കുന്നത്. ദൈവം പ്രതികാരം ചെയ്യാൻ പോണു, ദൈവം ആളുകളെ തകർക്കാൻ പോകുന്നു. അത് ദൈവത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. തന്റെ കരവേലയോട് കരുണ തോന്നുന്നവനാണ് ദൈവം. ഇപ്പൊ സൃഷ്ടിയായ മനുഷ്യൻ
ആ കേവലം സൃഷ്ടിയോട്, കേവലം മൺകട്ടയോട് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവം എന്തൊരു തോൽവിയാണ്. നിങ്ങളൊന്നോർത്ത്, നിങ്ങൾ ഇതിങ്ങനെ ചിന്തിക്കും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ തലച്ചോറ് സ്വതന്ത്രമാകുന്നത്. ഈ സൃഷ്ടിയോട് ദൈവം പ്രതികാരം ചെയ്യുമോ? ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. ദൈവം കരുണയോടെ നോക്കുകയാണ്. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു, നമ്മുടെ പ്രകൃതം അവൻ അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു, നമ്മുടെ പ്രകൃതം അവൻ അറിയുന്നുവല്ലോ. അവൻ നമ്മുടെ പ്രകൃതം അറിയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ തനിക്ക് തുല്യനോടെന്ന പോലെ ദൈവം മനുഷ്യനോട് പ്രതികാരം ചെയ്യുമെന്നും ദൈവം മനുഷ്യനോട് കണക്ക് തീർക്കുമെന്നും ഒക്കെ ഉള്ള തെറ്റായ ദൈവശാസ്ത്രം ഇവർ പറഞ്ഞ് ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റായ ധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന സാത്താന്റെ ഏജന്റുമാരായി ഇവർ മാറുമ്പോൾ ദൈവം തന്റെ സ്നേഹത്തെ ഈ കാലത്തിൽ പ്രദർശിപ്പിക്കുവാൻ തന്റെ പുത്രന്റെ കുരിശിനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി നൽകിയ ദൈവം അവനോട് കൂടെ അവനെ നമുക്ക് നൽകുവാൻ തിരുമനസായ ദൈവം വിൽ ഹി വിത്ത്ഹോൾഡ് എനിത്തിങ്? അവൻ എന്തെങ്കിലും പിടിച്ചു വെക്കുമോ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന ദൈവം എന്തെങ്കിലും പിടിച്ചു വെക്കുമോ? ഒന്നും പിടിച്ചു വെക്കത്തില്ല. കാരണം തന്റെ പുത്രനേക്കാൾ വിലയേറിയതായി, മഹത്വകരമായി, ശ്രേഷ്ഠമായ, മൂല്യവത്തായ ഒന്ന് ദൈവത്തിന്റെ പക്കൽ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ പക്കൽ ഉള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ദൈവത്തിന്റെ പക്കൽ ഉള്ളതിൽ ദൈവം ഏറ്റവും വിലമതിച്ചത്, ദൈവത്തിന്റെ പക്കലുള്ളതിൽ ദൈവം ഏറ്റവും ചെറിഷ് ചെയ്തത്, ദൈവം ഏറ്റവും ലാളിച്ചത്, തന്റെ സ്വന്തം മാർവിൽ ചേർത്ത് വെച്ചിരുന്ന ആ പുത്രനെയാണ് നമുക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി തന്നത്. മനുഷ്യ കുലത്തിന് വേണ്ടി ആ പുത്രനെ തന്ന ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാനാണ് അത് ചെയ്തത്. എന്നിട്ടും മനുഷ്യന്റെ പാപനിമിത്തം ആ സ്നേഹത്തെ ഗ്രഹിക്കുന്നില്ല. ആ സ്നേഹത്തിന്റെ പ്രചാരകരെന്ന് സ്വയം അവകാശപ്പെടുന്ന, ആ സ്നേഹത്തിന്റെ വക്താക്കളെന്നും ആ സ്നേഹത്തിന്റെ കസ്റ്റോഡിയൻസ് എന്നും അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ പ്രചരണത്തിന്റെ ചുമതലയുള്ളവരെന്നും സ്വയം അവകാശപ്പെടുന്നവർ ആ സ്നേഹത്തെ എന്ത് ചെയ്യുക? വികലമാക്കുകയാണ്. ആ അൺകണ്ടീഷണൽ ലവിനെ കണ്ടീഷണൽ ആക്കുകയാണ്, നിബന്ധനകൾ വെക്കുകയാണ്, വ്യവസ്ഥകൾ വെക്കുകയാണ്, ഉപാധികൾ മുന്നോട്ട് വെക്കുകയാണ്. ഉപാധികൾ കൂടാതെ മനുഷ്യനെ സ്നേഹിച്ച ഈ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ക്രിസ്തു നിൽക്കുമ്പോൾ ആ മധ്യസ്ഥനെ മാറ്റിയിട്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് അനേക നിയമങ്ങളെയും നൂലാമാലകളെയും ചട്ടങ്ങളെയും വ്യവസ്ഥകളെയും കൊണ്ട് മറശീലയുണ്ടാക്കുന്ന ദുഷ്ട പൈശാചിക ഉപദേശമാണ് ഈ ഉപദേശം. അത് നിങ്ങൾ തിരിച്ചറിയണം. ഗോഡ് നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം കാരുണ്യപൂർവം നമ്മെ വീണ്ടെടുക്കുന്ന സ്നേഹം. നിങ്ങൾ ഞാൻ പിന്നെയും പറയാം, നിങ്ങൾ സുറിയാനി സഭയുടെ ആരാധന ലിറ്റർജിയിലേക്ക് നോക്ക്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ മുഴുവൻ തുടർമാനമായി വാഴ്ത്തുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കാരുണ്യവാനും ദയാലുവും മനസ്സലിയുള്ളവനായ കർത്താവിനെ വാഴ്ത്തുന്ന കേൾക്കാൻ കഴിയും. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹം നിറഞ്ഞ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ അടിയങ്ങളുടെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ.
ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവേ, മഹത്വനാഥ മശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. ഇപ്പൊ സ്നേഹം ഒരു നാളും എന്ത് ചെയ്യുന്നില്ല? സ്നേഹം ഒരു നാളും നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അപ്പൊ അതിനകത്ത് പറയാണ് സ്നേഹം ഒരു നാളും ദോഷം കണക്കിടുന്നില്ല. സ്നേഹത്തിന്റെ നിർവചനം, ലവ് നെവർ കീപ്സ് ആൻ അക്കൗണ്ട് ഓഫ് റോങ്സ്. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാം ദോഷം ആര് കണക്കിട്ടോണ്ടിരിക്കുക? ദൈവം കണക്കിട്ടോണ്ടിരിക്കുക എന്നാണ് പഠിപ്പിക്കുന്നത്. ഈ ദോഷം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഈ ഫൈനൈറ്റ് ലൈഫ് ടൈമിൽ, ഈ ചുരുങ്ങിയ ജീവകാലത്തിൽ നമുക്ക് വരുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം തമ്പുരാൻ ഓർത്തു വെച്ചിട്ട് അത് വെച്ച് നമ്മളെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളെന്നുള്ള ഒരു പിക്ചർ മതം മനുഷ്യന്റെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച ആ പിക്ചർ. ദൈവത്തെ നിങ്ങൾക്കറിയണേ, ക്രിസ്തുവിനെ നോക്കുക. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണം പറയുന്നു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. മോശയുടെ ന്യായപ്രമാണം പറയുന്നു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പൊ യേശു പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ സ്റ്റാർട്ട് ചെയ്തോളം പറഞ്ഞു ആദ്യത്തേക്ക്. ഇന്നെന്നോട് ഒരാൾ ചോദിച്ചു, അപ്പം ദുഷ്ടന്മാർക്കും സ്വർഗമുണ്ടെന്നാണോ പാസ്റ്റർ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു, നല്ലവൻ ആരുമില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ദുഷ്ടന്മാർക്ക് സ്വർഗം കിട്ടുമെന്നാണോ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞു, നല്ലവൻ ആരുമില്ലെന്ന് ബൈബിളിലില്ലേ? നിങ്ങളുടെ ബൈബിളിലില്ലേ? എടറി. അപ്പൊ യേശു കർത്താവ് അവരുടെ പ്രമാണത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഞാനും ചോദിക്കാം, നിങ്ങളുടെ ബൈബിളിലില്ലേ? അതോ അത് ചുമ്മാ തമാശ എഴുതിയിരിക്കുകയാണോ? നോ ഡിഫറൻസ്. ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ 60 ലക്ഷം യഹൂദന്മാരെ കൊന്ന ഹിറ്റ്ലർ രക്ഷപ്പെടുമോ? ഹിറ്റ്ലറും അവിടെ കാണുമോ? ഹിറ്റ്ലറുടെ കൂടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നീറോ കാണുമോ? അതാണ് വിഷയം. നീറോ ക്രിസ്ത്യാനികളെ പച്ചയ്ക്ക് കത്തിച്ചു. പീലാത്തോസ്, ഹെറോദാവ്. അപ്പൊ പീലാത്തോസും ഹെറോദാവും നീറോയും ഹിറ്റ്ലറുടെ ഇരിക്കുന്നവരുടെ കയറിയിരിക്കാൻ മാത്രം ഹൃദയവിശാലത പാസ്റ്റർക്ക് വന്നില്ലേ? ഹിറ്റ്ലറും ഒക്കെ പോട്ടെ, സ്വന്തം സഭയിലെ തന്നെ മറ്റേ ഗ്രൂപ്പിലുള്ളവന്റെ കൂടെ ഇരിക്കാൻ കഴിയാത്ത ഇവര് സ്വർഗത്തിലിരിക്കുക. നമ്മുടെ സ്വർഗം ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം റെഡി ആയിട്ടില്ല. ഒരു ആർക്കിടെക്ട് ഒരു ബിൽഡിംഗ് പണിയുമ്പം ആ ബിൽഡിംഗ് ആദ്യം ഉണ്ടാകേണ്ടത് എവിടെയാണ്? അവന്റെ ഹൃദയത്തിലാണ്. അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ബിൽഡിംഗ് അത്. ഒരു കുശവൻ ഒരു കലം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കലം അവൻ കൈകൊണ്ട് മെനയുന്നതിന് മുമ്പ് ആ കലം അവന്റെ ഹൃദയത്തിൽ രൂപപ്പെടുകയാണ്. ഹൃദയത്തിൽ രൂപപ്പെടുന്ന കലമാണ് ഫിസിക്കൽ റിയാലിറ്റിയായി മാറുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലാണ് സ്വർഗം രൂപപ്പെടേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന സ്വർഗമാണ് വെളിപ്പെടാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ഓൾ ഇൻക്ലൂസീവ്നെസ്, അക്സെപ്റ്റൻസ് ഇല്ല നിങ്ങൾക്ക്. അതായത് മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ, സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പീൻ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ഹിറ്റ്ലറോട് പകയാണ്, നിങ്ങൾക്ക് നീറോയോട് പകയാണ്, ഹെറോദാവ് നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല പകയാണ്, പിലാത്തോസിനോട് വെറുപ്പാണ്. യേശു കർത്താവ് പറഞ്ഞത് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ.
ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ യേശു ശത്രുക്കളെ തീക്കകത്തിടുവെന്ന വികലമായ ചിന്ത നിന്റെ തലക്കകത്ത് സാത്താൻ കൊണ്ടു തന്നാണ്. ആ ചിന്ത വെച്ചുകൊണ്ട് ആ തീച്ചൂള കാത്തിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണമേ, കേരളത്തിലെ പെന്റക്കോസ്തുകാരുടെ ദൈവം നെബൂഖദ്നേസറാണ്, യേശുക്രിസ്തു അല്ല. നെബൂഖദ്നേസറാണ് തന്നെ ആരാധിക്കുന്നവരെ തീച്ചൂളയിലിടാൻ പറഞ്ഞത്. തന്നെ ആരാധിക്കാത്തവരെ തീച്ചൂളയിലിടാൻ കൽപ്പിച്ചത് ആരാണ്? നെബൂഖദ്നേസറാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫൂളിഷ് പെന്റക്കോസ്റ്റൽസ്, സോറി കേട്ടോ അങ്ങനെ വിളിച്ചത്, അത് പാവാണെന്ന് പറഞ്ഞാൽ പൗലൂസ് ഗലാത്യരെ എങ്ങനെ വിളിച്ചത്? ഫൂളിഷ് ഗലേഷ്യൻസ്. പൗലൂസിന്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അപ്പം ഫൂളിഷ്നെസ് നിങ്ങൾ, കാരണം അത് നെബൂഖദ്നേസറാ പറഞ്ഞത് തന്നെ ആരാധിച്ചില്ലെങ്കിൽ യുവാനെല്ലാണ്ട് പിടിച്ച് തീക്കാത്തൊട്ടേക്കാൻ. അപ്പൊ ആ നെബൂഖദ്നേസറിനേക്കാളും ഒട്ടും മാനസിക വളർച്ച ഇല്ലാത്ത ഒരാളായിട്ട് യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന കൊടും പാതകമാണ് നിങ്ങളുടെ പ്രസംഗം. എന്റെ ദൈവം നെബൂഖദ്നേസർ അല്ല. എന്നെ പോലെ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവരുടെ ആരുടെയും ദൈവം നെബൂഖദ്നേസർ അല്ല. സ്വന്തം പ്രാണൻ പിടയുമ്പോഴും ശരീരം മുഴുവൻ ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടപ്പോഴും, പിതാവേ, ഐ നോ യു സ്റ്റിൽ ലവ് ദീസ് പീപ്പിൾ. പിതാവേ, എനിക്കറിയാം ഈ കഷ്ടത ഞാൻ സഹിക്കുമ്പോഴും ഈ ഭൂമിയെ കരിച്ചു കളയാൻ കഴിവുള്ള പിതാവ് ഈ ഭൂമിയെ മുഴുവൻ 10,000 തവണ കത്തിച്ചു കളയാൻ കഴിവുള്ള ദൂതസഞ്ചയം അവന്റെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുമ്പോൾ, ഈ ഭൂമിയെ സ്നേഹിക്കുന്ന ആ പുത്രൻ സഹിച്ചു കിടക്കുമ്പോൾ, പുത്രന്റെ പ്രാണവേദന കണ്ട് ആ വേദനയിൽ പങ്കാളിത്തം വഹിച്ച് പിതാവ് നിൽക്കുമ്പോൾ, പരിശുദ്ധ റൂഹ നിൽക്കുമ്പോൾ, സ്വർഗം മുഴുവൻ തരിച്ചു നിൽക്കുമ്പോൾ, മനുഷ്യകുലത്തോടുള്ള സ്വർഗത്തിന്റെ വലിയ സ്നേഹത്തെ പ്രദർശിപ്പിക്കുമ്പോൾ, മതത്തിന്റെ കങ്കാണിമാർ, ഇടനിലക്കാർ, കച്ചവടക്കാർ, പെന്റക്കോസ്ത് ഷൈലോക്കുമാർ എന്റെ യേശു കർത്താവിന്റെ രക്തത്തെ തുച്ഛീകരിച്ച് മലിനമെന്നെ കേരളത്തിന്റെ തെരുവീതികളിൽ ചവിട്ടിമെതിക്കുമ്പോൾ, ഉണർവുള്ള യുവജനത, തലമുറകൾ എഴുന്നേറ്റുവെന്ന് പറയണം, ദിസ് ഈസ് നോട്ട് ഗോസ്പൽ, ദിസ് ഈസ് നോട്ട് ട്രൂത്ത്, ദിസ് ഈസ് നോട്ട് ദ ഗ്ലോറിയസ് ഗോസ്പൽ, യു സൈറ്റൻ, ദിസ് ഈസ് സൈറ്റാനിക് ഗോസ്പൽ, ദ ഗ്ലോറിയസ് ട്രൂത്ത് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്താ? ഗോഡ് ലവ്സ് എവരിവൺ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്വീകരിക്കുന്നു. ആ കുരിശിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ആ കരവലയത്തിൽ ഉൾപ്പെടാത്ത ഒരു പ്രാണി പോലുമില്ല. മുഴു കോസ്മോസിനെയും എംബ്രേസ് ചെയ്തുകൊണ്ട് ആ കുരിശിൽ കിടക്കുക കർത്താവ്. സകലവും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദ ഹോൾ കോസ്മോസ്, മുഴു പ്രപഞ്ചവും അവന്റെ കരവലയത്തിൽ അമർന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇരിക്കുന്നിടത്തിരുന്ന രാമൻ പറഞ്ഞു, മുഴു കോസ്മോസിനെയും രക്ഷിക്കുവാൻ God sent his son to save few people from the world. അങ്ങനെയല്ലേ? അങ്ങനെയല്ല. God sent his son to save the world. Save the world. മുഴു ലോകത്തെയും രക്ഷിക്കാൻ. His mission was not a failure. എന്റെ കർത്താവ് ജയാളിയാണ്. ബാക്കിയൊക്കെ ദുരുപദേശമാണ്, ദൈവദൂഷണമാണ്. പെന്റക്കോസ്തുകാർ പ്രസംഗിക്കുന്നത് ദൈവദൂഷണമാണ്, നിങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവദൂഷണമാണ്. ഇനിയെങ്കിലും മാനസാന്തരപ്പെടൂ, മടങ്ങി വരൂ, സത്യത്തിലേക്ക് മടങ്ങി വരൂ. നിങ്ങൾ പറയുന്ന ദൈവം ഒറിജിനൽ ദൈവമല്ല. നിങ്ങൾ ചിന്തിക്കുന്ന ദൈവം കുട്ടി ദൈവമാണ്, ഗോത്ര ദൈവമാണ്, നെബൂഖദ്നേസറാണ്. നെബൂഖദ്നേസർ തന്നെ വിശ്വസിക്കുന്നില്ല, തന്നെ ആരാധിക്കുന്നില്ല എന്നതിന്റെ പേരിൽ തീച്ചൂളയിൽ ആളുകളെ ഇടാൻ കൽപ്പിക്കുന്ന നെബൂഖദ്നേസറിന്റെ സ്പിരിറ്റിനെയാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വർഷിപ്പ് ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ. God so loved the world. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു, ആ സ്നേഹത്തെ ഘോഷിക്കുന്നതാണ് സുവിശേഷ ഘോഷണം. ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പൊ അതിനകത്ത് തെറ്റായ ധാരണകളെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കുരിശിന്റെ ശത്രുക്കളെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇവർ കുരിശിന്റെ ശത്രുക്കൾ.
യേശു കർത്താവിന് ഈ പ്രപഞ്ചത്തെ കത്തിച്ച് കളയാൻ പറ്റുമായിരുന്നു. പക്ഷെ പറയാണ്, ശത്രുക്കളെ സ്നേഹിപ്പി. സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് രക്തസാക്ഷിയാകുന്ന സമയത്തും പറയാണ്, കർത്താവെ ആ പാവം അവർക്ക് നിർത്തരുത്. കാരണം ദൈവത്തിന്റെ ഹാർട്ട് ഗ്രഹിച്ചു. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു, ദൈവമഹത്വം കണ്ടു. എന്ത് കണ്ടു? ഗ്ലോറി. അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം വായിക്കേ. സ്തെഫാനോസ് എന്താ കണ്ടത്? ഗ്ലോറി. സ്തെഫാനോസ് എന്താ പറഞ്ഞത്? ഗ്ലോറിയസ് പ്രയർ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്ലോറിയസ് ഗോസ്പൽ. നിങ്ങൾ നോക്ക്, അങ്ങനെ എഴുതിയിരിക്കുന്നേ, ഞാൻ ദൈവമഹത്വവും അതിന്റെ വലതുവശത്ത് മശിഹായെയും കാണുന്നു. അപ്പൊ ഗ്ലോറി കണ്ടത് ഒരിക്കലും ശത്രുവിനെ കത്തിക്കാൻ പറയത്തില്ല. ഗ്ലോറി കണ്ടാൽ പറയാണ്, കർത്താവേ ഈ പാവങ്ങൾക്ക് നിർത്തരുത്. ഐ നോ. കാരണം എന്തുകൊണ്ടാ? ബിക്കോസ് ഐ നോ യു ലവ് ദീസ് പീപ്പിൾ. ഫാദർ ഗോഡ്, ഐ നോ യു ലവ് ദീസ് പീപ്പിൾ. അതുകൊണ്ട് നീ സ്നേഹിക്കുന്നവരെ വെറുത്തിട്ട് നിന്നോട് പിണങ്ങാൻ എനിക്ക്. കാരണം ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. പൗലോസ് പറയാണ്, എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സാണ്. അപ്പൊ ദൈവത്തിന്റെ മനസ്സിനോട് താതാത്മ്യപ്പെടുകയാണ്. കൺഫോം ടു ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം. എന്താണ് ദൈവത്തിന്റെ ഹിതം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയണം. എന്താണ് ദൈവത്തിന്റെ ഹിതം? ദൈവത്തിന്റെ ഹിതം എന്താണ്? 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ ഹിതം എന്താണ്? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഹിതം. വാവ്. നോക്കേ, 1 തിമോത്തിയോസ് 2:4, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ എന്താണ് ദൈവത്തിന്റെ ഹിതം? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു ദൈവഹിതം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിന് അനുരൂപമായി തീരരുത്. ഈ ലോകത്തിന്റെ അനുരൂപം എന്താ? ഈ ലോകത്തിന്റെ അനുരൂപം എന്ന് പറഞ്ഞാൽ കൈക്ക് കയ്യ്, കാലിന് കാല്, അടിക്കടി, വെടിക്ക് വെടി, പടക്ക് പട ആണ്. തീക്കത്തിടുന്നു, ശിക്ഷിക്കുന്നു, കുത്തുന്നു, പ്രതികാരം ചെയ്യുന്നു. ഈ ലോകത്തിന് അനുരൂപമായിട്ടാണ് പ്രിയപ്പെട്ട പെന്തക്കോസ്ത് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പ്രസംഗങ്ങൾ അങ്ങനെയാണ്. ഞാൻ നിങ്ങളിൽ ഒരാളാണ്, ആയിരുന്നു, ഇന്നലകളിലായിരുന്നു, ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കൺവെൻഷനുകളൊന്നും പോകത്തേ ഇല്ല. നിങ്ങൾ ഇവിടെയൊക്കെ തിരക്കുക, ഒരു കൺവെൻഷൻ എന്നെ കാണത്തില്ല. കാരണം വെറുതെ നമ്മളിതിനെ അവിടെ വണ്ടി ഓടിച്ചു പോയി ഇരുന്ന് മനപ്രയാസപ്പെടുന്നു. കാരണം ട്രൂ ഗോഡിനെയല്ല നിങ്ങൾ പ്രസംഗിക്കുന്നത്, ട്രൂ ഗോസ്പലും അല്ല. യു ആർ നോട്ട് വർഷിപ്പിംഗ്, യു ആർ നോട്ട് ഫോളോവിങ് ട്രൂ ഗോഡ്, യു ആർ നോട്ട് പ്രീച്ചിങ് ട്രൂ ഗോസ്പൽ. ഐ എം സോറി. ഇപ്പൊ ഞാൻ ദുരുപദേശകനാണെന്ന് പറയും. ഞാൻ ദുരുപദേശകനാണ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി എന്നാ ചാക്രിക ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും കേൾക്കാൻ പറ്റും. യൂട്യൂബിലൊക്കെ ലഭ്യമാണ്, ഫേസ്ബുക്കിൽ നിങ്ങൾ കേട്ടു നോക്ക്. എന്താ പറയുന്നേ? കത്തിക്കാനിരിക്കുന്ന ദൈവത്തെയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും കുട്ടി ദൈവങ്ങൾ, ഗോത്ര ദൈവങ്ങൾ, മലദൈവങ്ങൾ, കുട്ടിപ്പണ്ടാരങ്ങൾ, ഇതൊക്കെയാണ് ഇവരുടെ ദൈവം. പറയുമ്പോൾ മുഴുത്ത ദൈവത്തെ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ആണെന്നൊക്കെ പറയുമെങ്കിലും അല്ല. അവർ പ്രസന്റ് ചെയ്യുന്നത് ഒരു ചെറിയ ദൈവത്തെയാണ്. ട്രൂ ഗോഡല്ല. ഞാനിത് പറയുന്നത് എന്റെ വിഷമം കൊണ്ട് പറയുന്ന. നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ക്ഷമിക്കണം എന്റെ വാക്കുകൾ. എനിക്കിതിലും മിതപ്പെടുത്തി അത് പറയാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം വിഷമമുണ്ട്. കാരണം ഇവര് ആ സത്യത്തിൽ ആ 3 ആണികളിൽ കർത്താവ് കടന്ന് പ്രാണവേദന അനുഭവിക്കുമ്പോൾ ആ ട്രിനിറ്റിയാണ് വേദന അനുഭവിച്ചത്. അതിനെ ഇവര് പറയാണ് പിതാവ് പുത്രനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. അതൊക്കെ വലിയ ദൈവദൂഷണമാണ്. പിതാവ് ഒരിക്കലും പുത്രനെ അങ്ങനെ ശിക്ഷിക്കത്തില്ല. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ത്രിയേക ദൈവമാണ്. ഒരിക്കലും അവർക്കിടയിൽ ഒരിക്കലും ആശയക്കുഴപ്പങ്ങളോ ഭിന്നതകളോ മത്സരമോ വിഭാഗീയതയൊന്നും ഉണ്ടാകത്തില്ല. അത് ദൈവത്തെ തന്നെ ഭിന്നിപ്പിക്കുന്ന സുവിശേഷം അല്ലെങ്കിൽ ദുർവിശേഷമാണ്. അപ്പൊ ഇത്രമാത്രം കൊടിയ ദുരുപദേശം ഒരു ഉളുപ്പുമില്ലാതെ ഈ കഴിഞ്ഞ 100 വർഷം പ്രസംഗിച്ചിട്ട് അവസാനം ഞാൻ സത്യോപദേശം പറയുമ്പോൾ അവരുടെ മഞ്ഞപത്രത്തിൽ പറയാണ് ഞാൻ ദുരുപദേശം പറയുന്നത്. പെന്തക്കോസ്ത് തന്നെ കൾട്ടാണ്, മൊത്തം കൾട്ടാണ്, ഭയങ്കര ദുരുപദേശം പറയാണ്.
അപ്പൊ ഈ കൾട്ടുകൾ ഞാൻ ദുരുപദേശമാണെന്ന് പറയുകയാണ്. എങ്ങനെയുണ്ട്? മുറം വന്നിട്ട് പറയാണ് ഈ കുപ്പിക്ക് വാ കൂടിപ്പോയല്ലോ. ഈ കുപ്പിക്ക് ഭയങ്കര വായാണ്. ആരാ പറയുന്നേ? മുറമാണ് പറയുന്നത്. എല്ലാ വർഷവും മുറ തെറ്റാതെ തങ്കുവിനെ പുകഴ്ത്തുന്ന ഒരു പത്രമാണ് ഹല്ലേലിയ പത്രം. എല്ലാ വർഷവും ഒരു ഫുൾ പേജ് ഫ്രണ്ടിൽ കൊടുക്കും, ബാക്കിലും കൊടുക്കും. എനിക്കൊരു കുഴപ്പമില്ല, തങ്കു വളരെ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തെ പുകഴ്ത്തുന്നത്. പക്ഷെ അത് പെന്തക്കോസ്തുകാർ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഈ IPCയിലെ പാസ്റ്റർ KC ജോണിനെതിരായിട്ട് ഭയങ്കര ആരോപണങ്ങൾ വന്നു. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈംഗിക ആരോപണങ്ങൾ ഒക്കെ വന്നത്. അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം വന്നപ്പോൾ ഹല്ലേലിയ പത്രത്തിലൊരു പ്രസ്താവന വന്നു. ആർക്കെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം, ഞാൻ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ ബ്ലെയിംലെസ് ആണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന കൊടുത്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആരും ചെന്നില്ല. ഇവിടെ പാസ്റ്റർ KC ജോൺ അമേരിക്കയിൽ വന്നപ്പം ഞാൻ അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പം ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആ ഇന്റർവ്യൂ ചെയ്യരുത്. ഞാൻ ചോദിച്ചു, എന്നാ കുഴപ്പമെന്നാ? പാസ്റ്റർ KC ജോൺ ഞാൻ വളരെ ബഹുമാനിക്കുന്നതാണ്, ഞാൻ ചെറുപ്പത്തിലൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇഷ്ടമാണ്, നല്ലൊരു ഇപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക, ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വലിയ പരിചയമില്ല. ഞാൻ പോയി ഒരു ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂ ഒക്കെ പ്രസിദ്ധീകരിച്ച് നിങ്ങളൊക്കെ കണ്ടാണ്, ഇല്ലെങ്കിൽ കാണണം കേട്ടോ, വളരെ നല്ല ഇന്റർവ്യൂ ആണ്. പെന്തക്കോസ്തിൽ അല്പമെങ്കിലും ഒരു സുബോധമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പോയി ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട്. അപ്പൊ എന്നോട് ഈ പാസ്റ്റർ പറയാണ്, പാസ്റ്റർ KC ജോൺ വ്യഭിചാരം ചെയ്തു എന്നതിന് എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞു, ഞാനന്ന് കത്തയച്ചിരുന്നു, ഹല്ലേലിയായ്ക്ക് കത്തയച്ചു, എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് തെളിവ് തരാം, പക്ഷെ എനിക്ക് ശാരീരിക സംരക്ഷണം തരണം, ശാരീരിക സംരക്ഷണം തന്നാൽ ഞാൻ വന്ന് തെളിവ് തരാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഹല്ലേലിയാക്കാരെ എന്നെ വിളിച്ചു പറഞ്ഞു, അതൊക്കെ പോട്ടെ, നമ്മൾ അങ്ങനെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒരു തരത്തിൽ അവർ പറഞ്ഞു വശീകരിച്ചു. ഇപ്പം ഹല്ലേലിയ പത്രവുമായിട്ട് ചേർന്ന്, അപ്പൊ ഹല്ലേലിയായും ശരിയല്ല, KC ജോണും ശരിയല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പം ഹല്ലേലിയായുമായിട്ട് ചേർന്ന് ശിവ പീഡിയക്കൽ ശരിയല്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഏതാ ശരി? ഇപ്പൊ ഞാൻ എന്താ വിശ്വസിക്കണ്ടേ? ഞാൻ നിക്കണോ പോണോ? ഒന്നും പറഞ്ഞാൽ കൊള്ളാം. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഇനി എപ്പിസോഡ് കണക്കിന് പറയാനുണ്ട്. ഇപ്പൊ എനിക്ക് അതിനകത്തൊന്നും പറയാൻ താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ മറവിലിരുന്നിട്ട് ഈ എതിര് പറയുകയാണ്. എന്നിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞ്, അപ്പൊ ഇതിനകത്തൊക്കെ പല ആളുകളും സാക്ഷികളുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം പെന്തക്കോസ്തുകാരായിട്ട് ചിലപ്പം സമ്മതിച്ചൊന്നും വരത്തില്ല. 1-2 പേരല്ല, പല ആളുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പാസ്റ്റർ KC ജോൺ അമേരിക്കയിലോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഇവര് മുമ്പിൽ നിന്ന് മീറ്റിംഗ് നടത്തുക. അപ്പൊ നമ്മൾ ആരായി? അപ്പൊ ഏതായാലും ഇവര് പറയുന്നത് കേട്ടോണ്ട് ഞാൻ പാസ്റ്റർ KC ജോണിന്റെ ഇന്റർവ്യൂ നടത്താതെ ഇരുന്നില്ല. ഞാൻ ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു, എടുക്കുകയും ചെയ്തു, അത് ഓൺലൈനിലൊക്കെ ഇടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വിഷയ സർക്കിളാണ്. വിഷയ സർക്കിൾ എന്ന് പറഞ്ഞാൽ ദൂഷിത വലയം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇപ്പൊ ചിരിച്ചോണ്ടിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുപ്പ് സെഷൻ ഇങ്ങോട്ട് അറിയാണ്ടാവുമെന്ന് വെച്ച് മറ്റോന്റെ കുറ്റം നമ്മളോട് പറയും. അത്തരത്തിൽ നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു അത്ഭുത പ്രതിഭാസമാണ്. ഒരു വലിയ കറക്ക് കമ്പനിയാണ്. ഇതൊക്കെയാണ് സത്യം. കൂടുതൽ സത്യങ്ങൾ പറയാനുണ്ട്. വേണ്ടി വന്നാൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ അതെല്ലാം പറയേണ്ടി വരും. അത് വേണ്ട എന്ന് ഞാൻ വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോവർ മൈൻഡ്സ് ആണ് പീപ്പിളിനെ പറ്റി പറയുന്നത്. ലോവർ മൈൻഡ്സ്. ആവറേജ് മൈൻഡ്സ് ആണെങ്കിൽ ഇവന്റ്സിനെ പറ്റിയോ സംഭവങ്ങളെ പറ്റിയൊക്കെയാണ് പറയും. ഹൈ മൈൻഡ് ആണെങ്കിൽ ആശയങ്ങളെ പറ്റി പറയുന്നത്. അപ്പൊ എനിക്ക് ആശയങ്ങളെ പറ്റി പറയാനാണ് ഞാൻ പ്രിഫർ ചെയ്തു. ഉപദേശങ്ങൾ, ആശയങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇന്നൊരു വ്യക്തിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. പറയാനാണെങ്കിൽ എപ്പിസോഡ് ആണെങ്കിലും ഇവിടെ ഉണ്ട്. എൻ്റെ ഈ ഇമെയിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് പല ആളുകളുടെ കഥകളൊക്കെ ഈ ആളുകൾ എല്ലാം ഇവർ തന്നെ അയച്ചു തരുന്നു. എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. തെളിവ് സഹിതം ഫോട്ടോ സഹിതമൊക്കെ വന്നിട്ടുണ്ട്. താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്.
അപ്പൊ ആളുകളെ പറ്റി പറയാൻ എന്നെ നിർബന്ധിതരാക്കരുത്, എനിക്കിഷ്ടമില്ല, ഞാൻ പറയുന്നില്ല. സംഭവങ്ങളെ പറ്റി പറയാനും താല്പര്യമില്ല. ആശയങ്ങളാണ് പറയുന്നത്. ഇപ്പൊ പ്യുവർ ആയിട്ടുള്ള ഉപദേശമാണ് പറയുന്നത്. ആ ഉപദേശത്തെ ഉപദേശമായിട്ട് കണ്ട് അതിനുള്ള മറുപടിയുമായിട്ട് ആർജവത്വമുള്ളവർ മുന്നോട്ട് വരുന്നതിൽ സ്വാഗതമാണ്. അത് അങ്ങനെ വരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് അത് ഡിസ്കസ് വേണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആശയപ്രചരണം നടത്തുമ്പം അതിനെതിരെ വ്യക്തിഹത്യ നടത്തി ഈ ആശയധാരയുടെ പ്രവാഹത്തെ തടയാമെന്ന വ്യാമോഹം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെ ആകത്തേ ഉള്ളൂ. ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആശയങ്ങളാണ് പറയുന്നത്, ഉപദേശങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ നിങ്ങൾ ഉപദേശങ്ങൾ കൊണ്ട് അല്ലെ ആശയങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രതിരോധം തീർക്കുവാനോ അതിനോട് പ്രതികരിക്കുവാനോ ശ്രമിക്കണം. ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികൾ ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ പേരിന്റെ പുറകിൽ വെക്കുന്ന ആ ഡോ ഉണ്ടല്ലോ, അത് ഒറിജിനൽ അല്ലെങ്കിൽ പോലും ആ ഡോ എന്ന് വെക്കുന്ന സ്ഥിതിക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ പറയുന്നു, ആ ഡോ ഉണ്ടല്ലോ വെറും ഇട്ടോയാണെന്ന് നാട്ടുകാർക്ക് പലർക്കും അറിയാമെങ്കിലും ഈ ഡോ ഇന്നാരെന്ന് പറഞ്ഞ് ഈ നിങ്ങൾ ഈ പെന്തക്കോസ്തുകാരിലെ കാണുന്നത് ഡോ, നിങ്ങൾ ദയവേത് ഡോ എന്ന് വായിക്കരുത്, ഇട്ടോ എന്ന് വായിച്ചാൽ മതി. ഇട്ടോ ഇന്നാര് വെറും ഇട്ടോയാണ്. അപ്പം വെറും ഇട്ടോയാണെങ്കിൽ പോലും നിങ്ങൾ ആ ഡോ എന്ന് വെക്കുന്നത് കൊണ്ട് ആ ഒരു നിലവാരത്തിന്റെ ഒരു പകുതിയെങ്കിലും കാണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്നവർ അനേകരുണ്ട് ഇന്ന്. ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും എന്നുമായിട്ട് ബന്ധപ്പെടണമെന്നില്ല. ഗ്ലോറിയസ് ഗോസ്പൽ അനേകരുടെ കണ്ടു തുറക്കുന്നു. അനേകർ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്നു. ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്ന ഹൈന്ദവരുണ്ട്. ഗ്ലോറിയസ് ഗോസ്പൽ ഈയിടെ ഒരു ഹിന്ദു ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തെന്ന് എന്നെ ഒരു പെന്തക്കോസ്തുകാരൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവൻ പറയാ, ഈ ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആ പയ്യൻ എന്നോട് പറയാണ്, പാസ്റ്റർ ഞാനങ്ങ് നാണം കെട്ട് പോയെന്ന് പറഞ്ഞു. കാരണം കൂടെ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദു ആണ്. അവൻ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടു ഇവനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെയാണ്. അങ്ങനെ അനേകരുണ്ട്. നമ്മളുമായിട്ട് അറിയണമെന്നോ ബന്ധപ്പെടണമെന്നൊന്നുമില്ല. എല്ലാ സഭാവിഭാഗങ്ങളിൽ നിന്നും ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്ന ആ സ്നേഹവും ആ സ്വാതന്ത്ര്യവും ആ സൗഭാഗ്യവും ആ ദൈവപിതാവിന്റെ ആ കരുതലും ആ പരിലാളനവും ഒക്കെ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അനേകരുടെ ഐസ് ഓഫ് ദ മൈൻഡ് ഓപ്പൺ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയദൃഷ്ടികൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ സമയത്ത് വെറുതെ ശല്യത്തിന് വരരുതേ, ഉപദേശം കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കരുതേ. ഒരു പ്രമുഖ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്റർ പരസ്യമായിട്ട് പറയാണ്, ഉപദേശം കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കരുതേ. കാരണം എന്താ? ഉപദേശം ഞങ്ങൾക്ക് ഒരു ഉപദ്രവമാണ്. കാരണം ഞങ്ങൾക്ക് ഉപദേശം ഇല്ല, ഞങ്ങൾക്ക് ഉടായിപ്പേ ഉള്ളൂ. കോട്ടയത്തുള്ളൊരു സഭ പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉപദേശമില്ല, ഞങ്ങൾക്കുള്ളത് ഉടായിപ്പാണ്. അതുകൊണ്ട് ഉപദേശം ഞങ്ങൾക്ക് ഒരു ഉപദ്രവമാണ്. നമുക്ക് ഉപദേശം ഉപദ്രവമല്ല, ഉപദേശം നമ്മുടെ ആഹാരമാണ്, സത്യ ഉപദേശം. ആ കാര്യത്തിൽ ഞാൻ ഓർത്തഡോക്സ് സഭയെ പിന്നെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ 2000 വർഷമായിട്ടും ഉപദേശത്തിന് വേണ്ടി മാത്രം രക്തസാക്ഷികളായവർ സഭയിൽ 100 കണക്കിനുണ്ട്. ഉപദേശത്തിന് വേണ്ടി മാത്രം. ഉപദേശം അവരെ സംബന്ധിച്ച് ഉപജീവന മാർഗമല്ല, ഉപദേശം അവരെ സംബന്ധിച്ച് അവരുടെ ജീവന്റെ ആധാരമാണ്. ഉപദേശത്തിൽ അധിഷ്ഠിതമായ ഡോക്ട്രിനൽ ബേസ്ഡ് ചർച്ചാണ് ഓർത്തഡോക്സ് ചർച്ച്. സോ ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ് ചർച്ച്. ആ ചർച്ചിൽ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ അതിഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ആ സഭയിലേക്ക് പോകാൻ എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നും അവിടെ ചെന്നാൽ എടുക്കത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മടങ്ങിപ്പോകാൻ സാധ്യതയുള്ളവർ മടങ്ങിപ്പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സെക്കൻഡ്, ഞാൻ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ആഗസ്റ്റ് 1 പെരുന്നാൾ ആഘോഷിക്കുന്നു. അത് ആണ് മത്തശ്ശിവനിയുടെയും മക്കളുടെയും. യാക്കോബായ സഭയിലെ പൗലുസ് ദ്വിതീയൻ കാതോലിക്ക ബാവയെ പറ്റിയാണ് എബ്രഹാം കെ ജോൺ എഴുതിയിരിക്കുന്നത് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. പൗലുസ് ദ്വിതീയൻ ബാവ നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആ പള്ളി, ഇറാഖിലെ പള്ളിയിൽ പോയി നേരിട്ട് കണ്ടു. പൗലുസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ പൗലുസ് ദ്വിതീയൻ ബാവയുടെ ഒരു കുർബാന ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാന കാലത്ത്
ഞാനത് റെക്കോർഡ് ചെയ്തുകൊണ്ട് സത്യം ഞാനൊരു ഒരു മോശമായ കാര്യം, എന്നാലും ഞാനൊരു ടെസ്റ്റിമണി എന്ന നിലയ്ക്ക് വേണേ പറയാം. എനിക്ക് പറയാൻ വെച്ച ജാള്യതയുണ്ട്. വേണോ പറയണോ? പറഞ്ഞേക്കാം അല്ലേ. ഞാൻ പെന്തക്കോസ്റ്റ് പാസ്റ്ററായിരിക്കുന്നതിന് മണ്ണാട് പള്ളിയിൽ വന്ന് നമ്മുടെ പൗലോസ് ബാവ ഒരു കുർബാന ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചു. എൻ്റെ വീട് പള്ളിയുടെ അടുത്തല്ല, റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ബാബ അധികം താമസിക്കാതെ ഒന്ന് കാലം ചെയ്തു കഴിഞ്ഞ് ബാബയുടെ 30-ാം ദിവസം അടിയന്തര ഇവിടെ പുത്തൻകുരിശ് നടക്കുന്ന സമയത്ത് ഞാനൊരു പെന്തക്കോസ്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ താൻ ഈ ഇതുണ്ടോ, ഈ കാസറ്റിനകത്ത് ഈ ബാബയുടെ കുർബാനുണ്ട്, നീ ഇതിൻ്റെ കുറെ കോപ്പി എടുത്ത് അവിടെ പുത്തൻകുരിശിൽ 30-ാം ദിവസത്തിനുണ്ട് വിൽക്കാമെങ്കിൽ നിന്റെ കടമ, പുള്ളിക്ക് കടമായിരുന്നു, നേരാണെന്ന് വിളിച്ചു, ഇതിന് ഇത്രയും ഡിമാൻഡ്, ഞാൻ നീ വിറ്റു നോക്കാൻ പറഞ്ഞു. പുള്ളി അവിടെ കൊണ്ട് അത് വിറ്റ് അന്നാണ്ട് 3000 കാസറ്റ് വിറ്റു. 3000 കാസറ്റ് വിറ്റു. 50 രൂപയ്ക്ക്. ഈ 10 രൂപയ്ക്ക് കാസറ്റ് കിട്ടത്തില്ലേ? ഉള്ള കട എല്ലാം വീടി. 2 ലക്ഷം രൂപയോളം ലാഭം കിട്ടി ഒറ്റ ദിവസത്തെ കച്ചവടം. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു, അതൊരു ഭയങ്കര പാവമല്ല. ഞാൻ പറഞ്ഞൊരു പാവമല്ല, എനിക്കറിയാവുന്നത് കിട്ടുമെന്ന്. പക്ഷെ ഞാനിതിൽ നിന്നൊന്നും പണം ഉണ്ടാക്കിയിട്ടില്ല, സുവിശേഷത്തിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നിലും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പിന്നെ പറഞ്ഞത്, ഇത് എൻ്റെ ഒരു ടേപ്പ് ഇരിപ്പുണ്ട്, നിനക്ക് ഇത് വേണമെങ്കിൽ നിങ്ങളതുകൊണ്ട് വിറ്റാൽ നിങ്ങൾക്ക് കാശ് കിട്ടും, അത് പൈസ ഉണ്ടാക്കി. അപ്പം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു ബാബാ തിരുമേനിയായിരുന്നു. ജനങ്ങൾ അതുപോലെ വിശുദ്ധനായിട്ട് കണക്കാക്കരുത്. മറ്റേ പക്ഷം, അതായത് പിന്നെ ഇപ്പൊ തന്നെ ഏബ്രഹാം കെ ജോൺ എന്ന് പറഞ്ഞ ആള് ഓർത്തഡോക്സ് പക്ഷമല്ലേ, നമ്മുടെ ഓർത്തഡോക്സിലെ കാതോലിക്ക ബാബയുടെ ഫാമിലിയിലുള്ള ആള്. ഇപ്പോഴത്തെ അല്ല, നേരത്തെ ദേവലോകത്തെ കാതോലിക്ക ബാബയുടെ ഫാമിലിയിലുള്ള വളരെ ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ ആ ഏബ്രഹാം കെ ജോൺ പോലും എഴുതിയിരിക്കുകയാണ് മറ്റേ തിരുമേനി എല്ലാവർക്കും അംഗീകാരമുള്ള നുണയെന്ന് പറയുന്നത്, വളരെ വിശുദ്ധനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സാക്ഷ്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഇറാഖിൽ പോയി എല്ലാവരുടെ കൂടി നിന്നപ്പം ഈ മർത്തശ്ശിമിനിയും 7 മക്കളുടെ പ്രത്യക്ഷത കണ്ടത് കണ്ട് എല്ലാവരും അത് കണ്ടു കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹം തോന്നി. അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പം ആദ്യത്തേതിനേക്കാൾ ശോഭയേറിയ ഒരു പ്രത്യക്ഷത വീണ്ടും കണ്ടെന്നവർ. പത്രമാത്രം പ്രത്യക്ഷത. ഈ പല സ്ഥലത്തും ഇവരൊക്കെ ഈ ചുമ്മാ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, മർത്തശ്ശിമിന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഇവര് ചുമ്മാതെയാണ്, ചുമ്മാ പറയും. ഈയിടെ 2 പേരിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ നരകം കണ്ടെന്ന്. എന്നിട്ട് മറ്റോ പറയും ഞാനും കണ്ടെന്ന്. ഏതാ കച്ചവടക്കാർ 2 പേര് എനിക്ക് വീഡിയോ ആരാണ്ട് അയച്ചു തന്നിട്ടുണ്ട്. 2 പ്രമുഖ സുവിശേഷ കച്ചവടക്കാരാ. നരകത്തെ പറ്റി പറഞ്ഞ അവരുടെ കച്ചവടം പൊട്ടുമെന്ന് തോന്നി പറയാം, ഞാൻ നരകം കണ്ടതാണ്. അന്നത്തേനും മറ്റേ ആളുകൂടി യെസ് ഞാനും കണ്ടതാണ്. അന്നത്തേനും വേറൊരു പെണ്ണിരുന്ന് വെച്ച് ഞാൻ നരകം കണ്ടാണ്, അവിടെ മീൻ ഫ്രൈ. അതെല്ലാം ഭയങ്കര സത്യമാണ്. പരിശുദ്ധ ബാബാ തിരുമേനി മർത്തശ്ശിമിനിയെയും മക്കളെയും കണ്ടത് നുണയാണ്. മനസ്സിലായോ? നുണയാണ്. ജീവിതം വെച്ച് നോക്ക്. പൗലുസ്ഥിതിയും കാതോലിക്ക ബാബയുടെ ജീവിതവും മറ്റേ ഷെയ്ലോക്കിന്റെയും ഒക്കെ ജീവിതവും ഈ പറഞ്ഞ ഈ കെട്ട പെണ്ണിന്റെ ജീവിതവും കൂടെ കമ്പയർ ചെയ്ത് ആര് പറയുന്ന വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പൗലുസ്ഥിതിയും കാതോലിക്ക ബാബ പറയുന്നത് ഞാൻ വിശ്വസിക്കും. വിശുദ്ധനായ മനുഷ്യൻ, യാതൊരു സ്വാർത്ഥ ലാഭേച്ഛയും ഇല്ലാതെ ഇവരെല്ലാം അത് പറഞ്ഞ് പുസ്തകം വിറ്റ് കാശുണ്ടാക്കുകയും സ്വോത്രായിട്ട് എടുത്ത് കാശുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ബാബാ തിരുമേനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കണ്ടതാണ് മർത്തശ്ശിമിനിയും മക്കളെ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സാക്ഷ്യമാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഇവന്മാരുടെ സാക്ഷ്യം ഒന്നും വിശ്വസിക്കും. ഇതെല്ലാം തട്ടിപ്പാന്ന് എനിക്കറിയാം. കാരണം ഇങ്ങനത്തെ സാക്ഷ്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കും. ഞാനിത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റിമണിയും കൂടെ പറയാം, ഒരു അനുഭവം. അതായത് ഈ ഒരു മീറ്റിംഗ് നടക്കുക ഒരു സ്ഥലം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇറച്ചുണ്ട്, അതുകൊണ്ട് സ്ഥലം പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടക്കുക. മീറ്റിംഗ് ഇങ്ങനെ മൂത്തോണ്ടിരിക്കുമ്പം ഒരു പാസ്റ്റർ വന്ന് പ്രസംഗിക്കുകയാണ്. ഞങ്ങളുടെ സഭയിൽ ഒരു പാവപ്പെട്ട സ്ത്രീ അന്യഭാഷ പറയുന്നതിനിടെ തീയോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാവരും തീയാണെന്ന് നോക്കിയപ്പോൾ അപ്പൊ അവർ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് അന്യഭാഷയാണ്. പിന്നീട് ഞാൻ അറിഞ്ഞത് ഗ്രീക്ക് ഭാഷയിൽ തീയോ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. അപ്പോൾ ആ പാവപ്പെട്ട ആ വെറും കർഷക തൊഴിലാളിയായ ആ സ്ത്രീ ദൈവമേ എന്ന് ഈ ഗ്രീക്ക് ഭാഷയിൽ വിളിക്കുകയായിരുന്നു. കയ്യട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്യടി. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ഒക്കെ ഉള്ളൊരു യോഗമായിരുന്നു.
എഞ്ചിനീയറിംഗ് ഇൻഷുറൻസ് ഒക്കെ കൈയടിച്ച് പൊട്ടിച്ചു, ഗ്ലോറി, ആമേൻ, പിന്നെ ആത്തെ ഇത് ഏതാണ്ടൊക്കെ പറഞ്ഞു. ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് പതിവുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതുതായിട്ട് പെന്റക്കോസ്റ്റിലേക്ക് വന്ന ഒരു കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറാണ്. അദ്ദേഹം വളരെ ആവേശത്തിൽ ഈ ഇത്രയും വലിയ അത്ഭുത സാക്ഷ്യം പറഞ്ഞ പാസ്റ്ററുടെ അടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാം പാസ്റ്റർമാരൊക്കെ ഇരുന്നാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഇത് ലീഡേഴ്സ് ആണല്ലോ എന്നുള്ള ഒരു അമിത സ്വാതന്ത്ര്യത്തിൽ മറ്റേ പാസ്റ്റർ അങ്ങ് വെടിപൊട്ടിക്കാൻ തുടങ്ങി. അതാ പ്രസംഗിച്ച് തകർത്ത പാസ്റ്റർ ചാക്ക് കെട്ടടിക്കുകയാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ തിയോയുടെ സാക്ഷ്യം? ഞാൻ കൊള്ളാം, ഈ പയ്യനുണ്ട്, ഈ പുള്ളിയെ കണ്ടാൽ പുള്ളി പാസ്റ്ററാന്ന് തോന്നുള്ളൂ, പക്ഷെ പുള്ളി ഒരു റീസൺ കൺവേർട്ടാണ്. അടുത്ത ഇടയിൽ പെന്റക്കോസ്റ്റിലേക്ക് വന്ന ഒരാളാണ്. അത് ഈ പാസ്റ്റർക്ക് മനസ്സിലായില്ല. പഴക്കമുള്ള ഒരു പാമ്പ്, വിഷം മൂത്ത ഒരു പാസ്റ്റർ പാമ്പാണെന്ന് ഓർത്താണ് ഇദ്ദേഹം പറഞ്ഞു. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുത്തം വന്നിച്ച് തിയോ എന്ന് പറഞ്ഞ ദൈവമാണെന്ന് പറയുന്നിട്ട് അപ്പൊ എനിക്കൊരു ആശയം തോന്നിയിരുന്നു. ഈ കെട്ടുകഥ ഉണ്ടാക്കി അപ്പോഴേക്കും ഇവനങ്ങ് എടറി. ഏതാ കത്തോലിക്കൻ, പുതുതായിട്ട് വന്ന കത്തോലിക്കൻ. അവൻ ചോദിച്ചു, അപ്പൊ അത് ശരിയല്ലായിരുന്നു ശരിക്കും? അന്നേരം മറ്റേ ഭാഷ വളരെ കൂടുതലും അതെല്ലാം ശരി. ഇതെല്ലാം നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ കഥകളെല്ലാം പറയുന്നല്ലേ. നമ്മുടെ അവിടെ ഇന്നയാൾ സൗഖ്യമായി, ഇവിടെ ഇന്നയാൾ സൗഖ്യമായി, മറ്റേ നടന്ന് മറിച്ച് നടന്ന് നുണകളാണ്, മുഴുവൻ നുണകളാണ്. അവനങ്ങ് എട്ടറിപ്പോയി കേട്ടോ, എട്ടറിപ്പോയി. അന്ന് ഞാൻ പെന്റക്കോസ്റ്റിൽ മതഭ്രാന്തൻ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ മതഭ്രാന്തനാണ്, ഞാൻ മതഭ്രാന്തനായിരുന്നു, മതഭ്രാന്തൻ. അപ്പൊ എന്റെ മതഭ്രാന്ത് നിമിത്തം നമ്മൾ എന്ത് ചെയ്യാണ്, അന്ന് അവൻ രക്ഷപ്പെട്ട് കത്തോലിക്ക തിരിച്ചു പോകാണ്. അന്ന് പോയാൽ മതി. അന്ന് നമ്മൾ അങ്ങനെ വ്യക്തികളെ നോക്കരുത് കേട്ടോ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ, പെന്തക്കോസ്തുകാരുടെ സ്ഥിര എക്സ്ക്യൂസ് ആണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെയായിട്ട് ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ എന്ന് വെച്ച് നമ്മുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ ഒന്നും തള്ളിക്കളി. ഇതാണ് ട്രൂത്ത്, ഇതിനകത്ത് തന്നെ നിന്നോണം. എന്തൊരു ദ്രോഹമായി. പ്രിയമുള്ളവർ, ഇത് മുഴുവൻ വഞ്ചനയാണ്. ഇതിന്റെ ഒരുപാട് ഒത്തിരി കഥകൾ പറയാനുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഈ ഹാംലെറ്റിന്റെ അവസ്ഥ ഇതിനകത്ത് പറയുന്നല്ലേ, വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വേണോ വേണ്ടയോ എന്ന് ഫിൽട്ടർ ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. കഥകൾ ഒത്തിരി ഉണ്ട് പറയാൻ, അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പിലോ എല്ലാം വരുമ്പോൾ നമുക്ക് നേരിട്ട് പറയാം. ഈ ദൈവം അനുവദിച്ചാൽ ഈ നവംബർ മാസം ഞാൻ കേരളത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കാണണം, നമ്മൾ ഒരുമിച്ച് മീറ്റിംഗ് കൂടും, നമ്മൾ ഒരുമിച്ച് നേരിട്ട് അപ്പോൾ സംസാരിക്കാം. ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ്. അതുപോലെ ഒത്തിരി ആളുകൾ. പിന്നെ ജോൺസൺ കുമ്പനാട് എന്നെ കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പുള്ളി 20 പേരെയാണ് ഞാൻ കൊടുക്കാന്ന് വെച്ചപ്പോൾ 200-ലധികം പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് സാക്ഷ്യം പറയാൻ. വിഷമിക്കണ്ട, ഇവിടെയൊക്കെ തന്നെ കാണണം. 20 പേരെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 20 പേരെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ 200-ലധികം പേരുകളുണ്ട്. തിരിച്ച് മടക്കയാത്ര നടത്തിയവർ. ഘർവാപ്പസിയുടെ കാലമാണ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് പ്രയർ. ഗ്ലോറിയസ് ഗോസ്പൽ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു എവരിവൺ. മുറ്റം നീക്കിന്നോ
ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആശംസിക്കുന്നു. അമേരിക്കൻ പ്രേക്ഷകർക്ക് ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു.